ഒരു വാക്യം നമ്മളതിൻ്റെ സാഹചര്യം പശ്ചാത്തലമൊക്കെ അറിയണം കേട്ടോ. ഇപ്പോൾ ദാനിയേലിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഓക്കെ, ദാനിയേലിൻ്റെ പ്രാർത്ഥന 6:10 ദാനിയേലിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അപ്പോൾ നമ്മൾ പറയുകയാണ് പ്രാർത്ഥിക്ക് ദൈവം കേൾക്കും, കേൾക്കത്തില്ല. അതിൻ്റെ കാരണമുണ്ട്. എന്നാന്ന് ചോദിച്ചാൽ ദാനിയേൽ പ്രാർത്ഥിച്ചത് ഇസ്രായേലിൻ്റെ വിടുതലിനാ. നമ്മളോ കാറ് കിട്ടാനാ, എസ്റ്റേറ്റ് മേടിക്കാനാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, വിസയ്ക്ക. ദാനിയേൽ അതിനാണോ പ്രാർത്ഥിച്ചത്? സ്തോത്രം. അപ്പോ ഓരോ വിശ്വാസം എന്ന് പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനമുണ്ട്. ഇപ്പം മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് രക്താശ്രമക്കാരത്തിയോട് പറഞ്ഞു. അതെന്ത് വിശ്വാസമാ? അത് രോഗശാന്തിയെ കുറിച്ചാ പറഞ്ഞത്, അല്ല രക്ഷയെക്കുറിച്ചല്ല പറഞ്ഞത്. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിനെ കുറിച്ചല്ല അവിടെ പറഞ്ഞത്. അവള് രോഗശാന്തി കിട്ടുമെന്നാണ് വിശ്വസിച്ചത്. അപ്പോൾ നമ്മള് ആ പശ്ചാത്തലം അറിയാതെ കൊണ്ട് നിങ്ങൾ ഇന്ന പോലെ വിശ്വസിക്കാൻ പറഞ്ഞാലൊന്നും പ്രവർത്തിക്കത്തില്ല കേട്ടോ. അതുപോലെ അബ്രഹാം പ്രാർത്ഥിച്ച ആർക്ക് വേണ്ടിയാ? തൻ്റെ സാറായിക്ക് വേണ്ടിയോ, തൻ്റെ ദാസന്മാർക്ക് വേണ്ടിയോ, തൻ്റെ കുടുംബത്തിന് വേണ്ടിയോ, തൻ്റെ ആവശ്യത്തിന് വേണ്ടിയോ ആണോ? അല്ല. ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചത്? ലോത്തിന്റെ ദാസന്മാർക്കും അവർക്കും സോതോമിന്റെ വിടുതലിനും. ലോത്തിന്റെ വിടുതലിന് മാത്രമല്ല അബ്രഹാം പ്രാർത്ഥിച്ചത്. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അതിന് നമ്മളെപ്പോഴും എന്ത് ചെയ്യുന്നു? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് പ്രാർത്ഥിച്ച് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ പറയാം. ദൈവമക്കളെ, അവരാരും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞല്ല പ്രാർത്ഥിച്ചത്. അത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേ. സ്തോത്രം. അത് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഇത് വെച്ചിട്ടില്ലേ? സോതോമിന്റെ വിടുതലിന് ഇനി അബ്രാഹാമിന്റെ സഹോദരന്റെ വിടുതൽ മാത്രമാണ് സ്വാർത്ഥതയാ. പുള്ളി സോതോം പട്ടണത്തെ നശിപ്പിക്കരുതെന്നും കൂടെ പുള്ളി പ്രാർത്ഥിക്കുന്നതേ. നമ്മളതാണോ പ്രാർത്ഥിക്കുന്നത്? സ്തോത്രം. നമ്മൾ നമ്മുടെ അയൽവാസിയെ നശിപ്പിക്കരുത്, നമ്മുടെ ദേശത്തെ അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കുഞ്ഞിന്റെ പഠിത്തത്തിൽ മാർക്ക് കൂട്ടി കിട്ടിക്കോടെ, എനിക്ക് സാലറി കൂട്ടിക്കോടെ, ഇതല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് വാഗ്ദത്തം ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ തലക്കെ പറയാം. കാരണം വചനത്തിൽ കിടക്കുന്നതിന് വിരുദ്ധമായിട്ടൊന്നും നമുക്ക് പറയാൻ ഒരിക്കലും നമുക്ക് എന്തല്ല കഴിയുകയില്ല. സ്തോത്രം. അതുപോലെ അബ്രാഹാമിനോട് ദൈവം പറഞ്ഞു ഉൽപ്പത്തി 15 നിന്റെ അതിമഹത്തായ പ്രതിഫലം ഞാനാണ്. ഇത് പറഞ്ഞിട്ട് ചിലർ പറയും ദൈവം പ്രതിഫലം തരും. അവിടെ അത് ചിന്തിക്കണം. ദൈവം എപ്പോഴാ പറഞ്ഞെന്ന് ചിന്തിക്കണം. എപ്പോഴാ പറഞ്ഞത്? സോതോമിൽ യുദ്ധം ചെയ്ത് ജയിച്ചു വന്നു. ഞാൻ ഇന്നലെ ജോർജിനോട് പറഞ്ഞു, സോതോമിൽ യുദ്ധം ചെയ്യാൻ പുള്ളി 318 പേരെ കൊണ്ട് പോയി. നമ്മളൊരു ദേശത്തിന് വേണ്ടി, ഒരു ദേശത്തിന്റെ വിടുതലിന് വേണ്ടി 10 പേരെ കൊണ്ട് നമ്മൾ പോയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരുടെയും വിടുതലിന് വേണ്ടി എന്നാ ഭാര്യയും കൂട്ടി എന്റെ കുഞ്ഞിനെ കൂട്ടി ആ വീട് വരെ എന്ന് പറഞ്ഞ് നമ്മൾ പോയിട്ടുണ്ടോ? സ്തോത്രം. ഇനി ഈ 318 പേർക്ക് പുള്ളി വണ്ടിക്കൂലിയും കൊടുത്ത് ചെലവും കൊടുത്ത് അവർക്ക് കാര്യങ്ങളെല്ലാം കൊടുത്ത് അവരെ കൊണ്ട് പോയി യുദ്ധം ചെയ്ത് പുള്ളിക്ക് വേണ്ടിയല്ലെന്ന് ഓർക്കണം. പുള്ളിക്ക് വേണ്ടിയല്ല, പുള്ളിയുടെ ഭാര്യയ്ക്ക് വേണ്ടിയല്ല, പുള്ളിയുടെ സ്വത്തിന് വേണ്ടി ഒന്നുമല്ല പുള്ളി ചെയ്തത്. സോതോം പട്ടണത്തിനും അവിടുത്തെ ആൾക്കാർക്കും വേണ്ടി, തൻ്റെ സഹോദരന് വേണ്ടിയും ഈ 318 പേരുടെ വണ്ടിക്കൂലി തന്നെ കൂട്ടിയാൽ നല്ല ചെലവുണ്ട്. അന്ന് ഈ കഴുതപ്പുറത്തൊക്കെയാ പോകുന്നത്, കുതിരപ്പുറത്തൊക്കെ. ഇതിനെല്ലാം ചെലവുണ്ടേ. അങ്ങനെ ആയിരക്കണക്കിന് രൂപ മുടക്കി ദേശത്തിന്റെ വിടുതലിന് വേണ്ടി പോയി പ്രവർത്തിച്ചു വന്നിരിക്കുമ്പോഴാണ് പറഞ്ഞത് നിന്റെ പ്രതിഫലം. നമ്മൾ ഇന്ന് വരെ ദേശത്തിന് വേണ്ടിയോ നമ്മളെ ചുറ്റുപാടുള്ളവർക്ക് വേണ്ടിയോ നമ്മളൊന്നും ചെയ്താതിരുന്നേച്ച് നമ്മൾ പറയും അബ്രാഹാം പ്രതിഫലം എനിക്ക് കിട്ടുമെന്ന്. കിട്ടത്തില്ല കേട്ടോ. അതങ്ങനെ ചിന്തിക്കുന്നത് ശരിയായ ഒരു ചിന്തയല്ലെന്നുള്ളത് നമ്മൾ അറിയാം കേട്ടോ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഈ TV ഒക്കെ തുറക്കുമ്പോഴൊക്കെ ഇങ്ങനെ വാക്യം വായിച്ചിട്ട് പാർശ്വന്മാരിതെല്ലാം പറയും. നമ്മളിതെല്ലാം അങ്ങ് വിശ്വസിച്ചിട്ട് ഇപ്പൊ എനിക്ക് കിട്ടുമെന്ന് ഓർത്തിരിക്കും. മരിക്കുന്നവരെ കിട്ടാൻ പോണില്ല. കാര്യം നീ ചോദിച്ചാൽ അവരുടെ ആവശ്യത്തിനല്ല ഇതൊന്നും ചെയ്തത്. ദാനിയേൽ 90-ാമത്തെ വയസ്സിൽ 21 ദിവസം ഉപവസിച്ചത് ദാനിയേലിന്റെ കുടുംബത്തിനല്ല, ബാബിലോണിൽ കിടക്കുന്ന ഇസ്രായേൽ അവിടുന്ന് വിടുതൽ പ്രാപിച്ച് യെരൂശലേമിൽ വരാനും ദേവാലയം പണിയാനും ഒക്കെ പ്രാർത്ഥിച്ചത്. നമ്മൾ ഇന്ന് നമ്മുടെ ആവശ്യങ്ങളല്ലാതെ വേറൊരു ആവശ്യത്തിന് വേണ്ടി നമ്മുടെ വീട്ടിലെ അയൽവക്കത്തെ വീട്ടിന് വേണ്ടിയോ നമ്മുടെ സഭയിലുള്ള ഒരു വീടിന് വേണ്ടിയോ 2 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ?
അപ്പൊ അവര് സിംഹക്കുഴിയിലെ ദാനിയേല് പോയി വിടുതൽ പ്രാപിച്ചപ്പോ നമ്മൾ പോയ വിടുതൽ ജീവിതത്തിൽ ആർക്കും ഒരു നന്മ ചെയ്യാത്ത നമ്മള് പോയ ഏതാ? അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ. ആരെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ അത് അങ്ങനെയല്ല. വചനം ഒന്ന് ശരിക്കും വായിച്ചിട്ട് ആ വചനം എങ്ങനെയാണ്, അതെന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ. സ്തോത്രം. നിന്റെ അതിമഹത്തായ പ്രതിഫലം ഞാനാണെന്ന് പറയുമ്പോൾ അബ്രാഹാമിന് ആ ഒരു യുദ്ധത്തിൽ ഞാൻ ഒന്ന് കണക്ക് കൂട്ടി നോക്കി. ഈ 318 പേരുടെ വരവും പോക്കും അവരുടെ എത്ര ദിവസം യുദ്ധം ചെയ്ത് നമുക്കറിയില്ല കേട്ടോ. 9 രാജാക്കന്മാരുടെ പട്ടാളത്തോടാണ് അബ്രാഹാം യുദ്ധം ചെയ്തത്. നിങ്ങൾ നോക്കിക്കേ. ആമേൻ. ഈ 14-ാമത്തെ അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. 9 രാജാക്കന്മാരുടെ പേര് കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ പട്ടാളത്തിന്റെ പേര്. ഈ 9 രാജാക്കന്മാരുടെ പട്ടാളത്തോട് ഈ 318 പേരെ കൊണ്ടുപോയി യുദ്ധം ചെയ്യാൻ പൈസ വല്ല ചെലവ് വന്ന പുള്ളിക്ക്? ദിവസങ്ങൾ എത്ര എടുത്തു? ആർക്ക് വേണ്ടി? തന്റെ കുടുംബത്തിന് വേണ്ടിയായിരുന്നു ചെയ്തത്. സ്തോത്രം. ആണോ? ദേശത്തിന് വേണ്ടി. സ്തോത്രം. അനേകരുടെ വിടുതലിന് വേണ്ടി, ദേശത്തിന് വേണ്ടി. സ്തോത്രം. ആ മനുഷ്യരോട് പറഞ്ഞു നിന്റെ പ്രതിഫലം ഞാനാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ സുവിശേഷത്തിന് വേണ്ടിയും ദൈവത്തിന് വേണ്ടി എന്തൊക്കെയൊക്കെ ചെയ്യുമ്പോഴാണ് ദൈവം നമുക്ക് പ്രതിഫലമായിട്ട് മാറുന്നത്. അല്ലാതെ വരത്തില്ല കേട്ടോ. ഓക്കെ. അപ്പൊ തീരുമാനിച്ചോണം. ഇവരെല്ലാം ആർക്ക് വേണ്ടിയാ ചെയ്തത്? അവരുടെ വീട്ടിന് വേണ്ടിയല്ല ചെയ്തത് കേട്ടോ. 21 ദിവസം ഈ കളവൻ കിടന്ന് ഊർജിച്ച് പ്രാർത്ഥിക്കുന്നത് തന്റെ മകളെ കെട്ടിക്കാനായിരുന്നില്ല. അല്ല, ദാനിയേലേ, മോന് ജോലിക്കല്ല. ഇസ്രയേല് ബാബിലോണിൽ നിന്നൊന്ന് വിടുതൽ പ്രാപിക്കണം. അങ്ങനെ ജനത്തിന്റെ വിടുതലിന് വേണ്ടിയാണ്. മനസ്സിലായല്ലോ? ഇപ്പൊ മോശ പ്രാർത്ഥിച്ചു. മോശ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചത്? മോശ പ്രാർത്ഥിച്ചത് ഇസ്രായേലിന്റെ വിടുതലിന് വേണ്ടിയാ. ഇസ്രായേലിന്റെ വിടുതലിന് വേണ്ടിയാ പ്രാർത്ഥിച്ചത്. അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അപ്പൊ അവരെല്ലാം അനേകർക്കും ദേശത്തിനും വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന എടുത്തിട്ട് അത് നമ്മുടെ സ്വാർത്ഥത താല്പര്യത്തിലാക്കി തീർക്കരുത്. നീ ആക്കിയാലും എനിക്ക് കുഴപ്പമില്ല, മറുപടി കിട്ടില്ല, എന്നോട് കൂടെ ഒന്നും പറഞ്ഞേക്കരുത്. ഏതാ? ഒന്നും പറഞ്ഞേക്കരുത്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച ഈ ദിവസങ്ങളിൽ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ. ആമേൻ. ദൈവം തീർച്ചയായിട്ടും നമ്മളെ അനുഗ്രഹിക്കും. ഞാൻ ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇവിടെ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ 36-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു. യാക്കോബിനെ കുറിച്ച് ദൈവത്തിന് 2 പദ്ധതിയുണ്ട്. ഒന്ന് തന്നെയല്ല, ഒരു പദ്ധതി മാത്രമല്ല. നമ്മളൊക്കെ വിചാരിക്കുന്ന ആത്മീക പദ്ധതി മാത്രമല്ല ദൈവത്തിനുള്ളത്. യാക്കോബിലൂടെ ദൈവിക വാഗ്ദത്തം നിറവേറുക, അതല്ല. 31-ാം അധ്യായം ഉൽപ്പത്തി അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ദൈവം യാക്കോബിനോട് പറയാണ്, സ്വപ്നത്തിൽ ഞാൻ ഇന്ന് ഈ ആട്ടുംകൂട്ടില് ഇന്ന് തൊട്ട് ഇതിനകത്തുണ്ടാകുന്ന ആടുകളെല്ലാം പുള്ളിയും മറുകുമുള്ളതാണ്, അത് നിനക്കുള്ളതാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? പുള്ളിയും മറുകുമുള്ള ആടിനെ നിനക്ക് തരുമെന്ന് പറഞ്ഞു കേട്ടോ. 30-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യാക്കോബ് മഹാസമ്പന്നനായി. മനസ്സിലായോ? ഇല്ല, ഇതും കൂടെ ഉണ്ട്. നിങ്ങളെ കൊണ്ട് സുവിശേഷ വേല ജയിക്കാൻ മാത്രമല്ല, നിങ്ങളുടെ സാമ്പത്തികത്തിൽ ഉയർത്താനും കൂടെയാണ് ദൈവം വിളിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. മനസ്സിലായോ? യാക്കോബിനെ തെരഞ്ഞെടുത്തിട്ട് വാഗ്ദത്തം നിറവേറാൻ വേണ്ടി മാത്രമല്ല, ദേശത്ത് അവനെ സമ്പന്നനാക്കാനും കൂടെയാണ് ദൈവം വിളിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് നമ്മുടെ ദൈവിക വിളിയിൽ തന്നെ ഒരനുഗ്രഹം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് യാക്കോബിനെ ദൈവം വിളിച്ചത് സമ്പന്നനാക്കാൻ മാത്രമല്ല, വാഗ്ദത്തം നിറവേറാനാണ്. വാഗ്ദത്തം നിറവേറുമ്പോൾ അവനെ സമ്പന്നനാക്കുക. അതുകൊണ്ട് ഈ സാമ്പത്തിക ഉയർച്ചയ്ക്ക് മാത്രം ഇറങ്ങി പുറപ്പെടരുത്. ദൈവിക വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടിയും ദൈവിക പദ്ധതി നിറവേറാൻ വേണ്ടി വിശ്വാസത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ സാമ്പത്തികത്തെ ദൈവം തൊടും. ഇല്ലെങ്കിൽ തൊടുകയാണ്. ചിലര് ഈ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇറങ്ങുന്നവരാ. എനിക്ക് വീട് കിട്ടണേ, ജോലി കിട്ടണേ, അങ്ങനെ കിട്ടണേ, ഇങ്ങനെ കിട്ടണേ. അങ്ങനെ ഇറങ്ങിയവർക്ക് ആർക്കും ദൈവം കൊടുത്തിട്ടില്ല. അബ്രാഹാമിനെ ഇറക്കിയത് സാമ്പത്തികത്തിൽ ആവശ്യങ്ങൾക്കല്ല പുള്ളി ഇറങ്ങിയത്. പുള്ളി ഇറങ്ങിയത് ദൈവത്തെ ആരാധിക്കാനാ.
ഹല്ലേലൂയ പറഞ്ഞേ. പുള്ളി ഇറങ്ങിയത് ബാബിലോണിൽ നിന്ന്, പുള്ളി ഇറങ്ങിയത് ഈ ദൈവത്തെ ആരാധിക്കാനാ. ഇറങ്ങിയപ്പോൾ ഈ വിഷയത്തിൽ ദൈവം തൊട്ടു സമ്പന്നനാക്കി. ഇസഹാക്ക് മുന്നോട്ട് വന്നത് ഈ സമ്പത്ത് കിട്ടാൻ വേണ്ടിയല്ല, ഈ ദൈവത്തെ ആരാധിക്കാൻ വന്ന. അപ്പൊ ദൈവം സമ്പത്ത് കൊടുത്തു. സ്തോത്രം പറയും. അപ്പൊ ഈ 90% ആൾക്കാരും നന്മയ്ക്ക് വേണ്ടി വരികയാണ്. അങ്ങനെ ഒരു ദൈവം ബൈബിളിൽ ഇല്ല. അങ്ങനത്തെ ആരാധനയും തെറ്റാണ്. സ്തോത്രം. ഇപ്പൊ യാക്കോബിനെ ദൈവം വിളിച്ചിറക്കിയത് മഹാസമ്പന്നനാക്കാനാണോ? അല്ല, പിന്നെന്താ? അബ്രാഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം യാക്കോബിന്റെ 12 മക്കളെ എടുത്തിട്ട് നിറവേറ്റാനാ. അങ്ങനെ വാഗ്ദത്തം നിറവേറുമ്പോൾ അവന് കൊടുക്കേണ്ട നന്മയാണ് അനുഗ്രഹം. അതുകൊണ്ട് അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കേണ്ട, വാഗ്ദത്തം നിറവേറാൻ പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ നന്മ തന്നെ വന്നോളും കേട്ടോ. അനുഗ്രഹം തന്നെ വന്നോളും. സ്തോത്രം. അപ്പൊ ദൈവത്തിന് 2 പദ്ധതിയുണ്ട്, ആത്മീയവുമുണ്ട് ഭൗതികവുമുണ്ട്. യാക്കോബിനെ സമ്പന്നനാക്കാനും കൂടിയാ വിളിച്ചത്, അല്ലാതെ ആത്മീയമായിട്ട് ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റാൻ മാത്രമല്ല വിളിച്ചത്. അബ്രാഹാമിനെ വിളിച്ചതും അങ്ങനെ തന്നെയാണ്. ആരാധനയ്ക്ക് മാത്രമല്ല, ആടുമാടുകളിൽ അവൻ മഹാസമ്പന്നനായിരുന്നു. അതിന്റെ ഒപ്പം അവന് സമ്പത്തൂടെ ദൈവം കൊടുത്തു. അപ്പൊ ഇവരാരും സമ്പത്തിന് വേണ്ടി ഇറങ്ങിയതല്ല. ഓക്കെ, നമ്മൾ ചോദിക്കല് ഇപ്പൊ മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം എന്ന് പറയാനുള്ള കാരണം, അബ്രാഹാം എനിക്ക് തോന്നുന്നു 2 ലക്ഷം രൂപ ഈ യുദ്ധത്തിന് ചെലവിട്ടിട്ടുണ്ട്. ഏതാ? സോതോമിലെ യുദ്ധത്തിനെ 318 പേരെ കൊണ്ട്, ഒന്നുമില്ലെങ്കിൽ അവർക്ക് ആഹാരം കൊടുക്കണ്ടേ? 318 പേർക്ക് യുദ്ധം നടക്കുമ്പോ തീറ്റി കൊടുക്കണ്ടേ? രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇവര് തിന്നണ്ടേ? അല്ലേ? പട്ടാളത്തോട് യുദ്ധം ചെയ്യുമ്പോഴത്തേന് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് സഞ്ചരിച്ച് പോകണ്ടേ? അപ്പൊ യാത്രക്കൂലിയും ചെലവും എല്ലാം കൂടെ ഒരു 3-4 ലക്ഷം രൂപ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി മുടക്കി 318 പേരെയും കൊണ്ട് പോയി അതിനുവേണ്ടി അധ്വാനിച്ചു വന്നിരിക്കുന്ന അബ്രാഹാമിനോട് പറഞ്ഞു, നിന്റെ പ്രതിഫലം ഞാനാണെന്ന്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടില്ല. സുവിശേഷത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ പോയത് കൈ കൊട്ടിയേച്ച് വീട്ടിൽ പോയിരിക്കുന്ന പുള്ളിയോട് പറയാ, ദൈവം നിന്റെ പ്രതിഫലമാ. ഈ പുള്ളി അതൊക്കെ നേരി വിശ്വസിച്ച് ദൈവം. സ്തോത്രം. ഇപ്പൊ മനസ്സിലായല്ലോ? ആമേ. ഭക്തന്മാരൊക്കെ വിശ്വാസത്തിന് വേണ്ടി കൊടുത്ത വലിയ വിലയാ. ഞാൻ ഓർക്കുകയായിരുന്നു, മോശയൊക്കെ എത്ര ഇതാ. മോശ എന്താ പറഞ്ഞതേ? മോശയ്ക്ക് വലിയ സമ്പത്ത് ദൈവം കൊടുത്തു. മോശ തള്ളി ദൂരക്കളഞ്ഞു. സമ്പത്തൊന്നും മോശ എടുത്ത് തള്ളിക്കളഞ്ഞു. മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കാമെന്ന്. കർത്താവ് പറഞ്ഞു, മോശ പറഞ്ഞു, എനിക്ക് വലിയ ജാതിയൊന്നും ആകണ്ട, എനിക്ക് വലിയ ജാതി ആകണ്ട. സ്വർഗത്തിൽ എനിക്ക് സ്വർഗവും വേണ്ട, ജീവന്റെ പുസ്തകത്തിൽ പേരും വേണ്ട, വെട്ടിയേക്കാൻ പറഞ്ഞു. ഒന്നും എനിക്ക് വേണ്ട. സ്തോത്രം. എന്താ കാര്യം? ഈ ജനം മരുഭൂമിയിൽ വെച്ച് നശിച്ചു പോകാതെ അവരെ വിടുവിക്കണം എന്ന് പറഞ്ഞാൽ, മോശ പറഞ്ഞത് ആത്മാക്കളുടെ രക്ഷയാണ് വേണ്ടത്, അല്ലാതെ എനിക്ക് കാശ് വേണ്ട എന്ന് പറഞ്ഞു. എനിക്കെന്ത് വേണ്ട? എനിക്ക് നിന്റെ വാഗ്ദത്തം വേണ്ട. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കാന്ന് പറഞ്ഞു. എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് ഈ ജനത്തിന്റെ രക്ഷയാണ്. ഇവര് മരുഭൂമി വീണ് മരിക്കാൻ പാടില്ല. സ്തോത്രം. ഇവരെന്ത് ചെയ്യണം? കനാൻ ദേശത്തെത്തണം. അതുകൊണ്ട് ദൈവമക്കളെ, ലോക നന്മയേക്കാൾ വലുത് ആത്മാക്കളുടെ രക്ഷയാണെന്ന് ആമേ അത് നമ്മൾ ആദ്യമേ തിരിച്ചറിയുക. ക്രൈസ്തവ ഭൗതികമായ നേട്ടത്തെക്കാളൊക്കെ ആത്മാക്കളുടെ രക്ഷയാണ്. ഭൗതിക നേട്ടം വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ആമേ. ഏറെ ആയാലും എത്രയാ? 70 ഉള്ളൂ. 80. ഇവിടെ പിതാക്കന്മാരെല്ലാം എവിടെ എത്തി? സ്വദേശത്തെ എത്തി. ഇന്നലെ പോയവരും ഇന്ന് രാവിലെ പോയവരും ഒക്കെ അവിടെ എത്തി. ഉച്ച കഴിഞ്ഞ് ഒത്തിരി പേര് പോയിട്ടുണ്ട്. ഒരു സെക്കൻഡിൽ 6 പേര് വെച്ച് മരിക്കുന്നുണ്ട്. സ്തോത്രം പറഞ്ഞ് 6 പേര് വെച്ച് അവരുടെ ദേശത്തോട്ട് പൊക്കോണ്ടിരിക്കുക. സ്തോത്രം. അടുത്ത വലിയ താമസമില്ലാതെ ചിലപ്പം ഈ ഫെബ്രുവരിയിലെ ഈ സെപ്റ്റംബറിലൊക്കെ ആരെങ്കിലുമൊക്കെ പോകാൻ കാണുന്നു ഇല്ലേ? സ്തോത്രം പറഞ്ഞ്. അപ്പൊ ഓർത്തോണം, നമ്മളെല്ലാം ഒരു ദിവസം പോയേ പറ്റും. ആർക്കും പോകാതിരിക്കാൻ കഴിയുകയില്ല. സ്തോത്രം. മുമ്പേ വാക്യം വായിച്ച് കേൾപ്പിച്ച് ഒന്നുകൂടെ പറയാം. മത്തായി 2:12. മത്തായി 2:12.
ഹെരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. അതെ, എല്ലാരോടും ശ്രദ്ധിച്ചോണം കേട്ടോ. യേശുവിന്റെ അടുക്കൽ വന്നു. യേശു കുഞ്ഞ കേട്ടോ. പൊന്നും മൂറും കുന്തിരിക്കവും തുറന്നു വെച്ചു, പാത്രത്തിൽ വെച്ചു. യേശുവിനെ വീട് നമസ്കരിച്ചു. ഹല്ലേലൂയ. യേശുവിനെ വീട് ആരാധിച്ചു. ആരാധന കഴിഞ്ഞപ്പോ കിട്ടിയ ആലോചന എന്തുവാ? 12ാമത്തെ വാക്യത്തിൽ വേറെ വഴിയായി മടങ്ങിപ്പോയി. അപ്പൊ ആരാധിക്കുന്ന പുള്ളി പിന്നെ പഴയ വഴിയെ പോകാവോ? ആമേൻ. സ്തോത്രം പറ. ആരാധിക്കുമ്പോൾ വ്യക്തി ആരാധന കഴിഞ്ഞാൽ പിന്നെ പഴയ വഴിയെ പോകാൻ പാടില്ല. ആമേൻ. വേറെ വഴി എന്ത് ചെയ്തോണം? ഹല്ലേലൂയ. സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. നമ്മൾ ഇപ്പോഴും പഴയ വഴിയെ തന്നെയാ പോകുന്നത്. സ്വത്രം പറഞ്ഞ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആ പഴയ സ്വഭാവം ആരാധന കഴിഞ്ഞിട്ടും നമ്മൾ വിട്ടിട്ടില്ല. ഹല്ലേലൂയ. സ്വത്രം. ആ പഴയ കുശുമ്പ് പറയുന്ന വഴിയെ, പഴയ നുണ പറയുന്ന വഴിയെ, ആ പഴയ പിണക്കിന്റെ വഴിയെ, പിന്നെ ആ പഴയ സിനിമ കാണുന്ന വഴിയെ, ഇന്ന് വേണ്ട ആ പഴയ വഴി ഒന്നും നമ്മൾ മറന്നിട്ടുമില്ല, അതൊന്നും നമ്മൾ വിട്ടിട്ടുമില്ല. ആരാധന കഴിഞ്ഞ ഉടനെ വീണ്ടും പഴയ വഴിക്ക്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇല്ലേ? ഇറങ്ങി ആരാധിക്കുന്നോടം വരെ കുഴപ്പമില്ല. വീണ് നമസ്കരിച്ചു പറഞ്ഞു ഇനിയും പഴയ വഴിയെ പോയേക്കരുതേ. പഴയ വഴിയെ പോയുള്ള ദോഷം എന്താ? ഒരിക്കലും തീരുമാനിച്ചോ? ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി ഇനിയും പഴയ സമുദായത്തിൽ പോകാൻ പാടില്ല, പഴയ ജീവിതം പാടില്ല, പഴയ സ്വഭാവം പാടില്ല, പഴയ വഴി പാടില്ല, പഴയതൊന്നും നമുക്ക് പാടില്ല. നമ്മൾ വേറെ വഴിയായി എവിടെ പോണം? സ്വദേശത്തേക്ക്. ബഹറിൻ സ്വദേശമല്ല, ഇന്ത്യ സ്വദേശമല്ല. ഏറെ ആയാൽ 70 ഉള്ളൂ. നമ്മുടെ സ്വദേശം ഇതിനപ്പുറത്താണ്. അതുകൊണ്ട് വേറെ വഴിയെ പോയില്ലെങ്കിൽ നിങ്ങൾ സ്വദേശത്തെത്തത്തില്ല. വേറൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് നമുക്ക് പോകാം. എല്ലാവർക്കും കൂടെ വിശാല വഴി ഇങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ട്, ഇല്ലേ? ഇല്ലേ? പണ്ടേ ഒരു കഥ ഇങ്ങനെയുണ്ട്. ഈ നരകമില്ലേ, നരകത്തിലോട്ട് ആരും പോകത്തില്ല. എല്ലാവർക്കും സ്വർഗത്തിൽ പോകാനാണ് ഇഷ്ടം. അപ്പൊ തീരുമാനിച്ച് ഈ പിശാച് തീരുമാനിച്ചൊരു 10 പേരെ നരകത്തിൽ വേണം. നരകം കാര്യമായിട്ട് കിടക്കുകയല്ലേ. അപ്പൊ പിശാച് എന്തെന്നറിയോ? ഈ നരകത്തിന്റെ വാതിക്കൽ സുന്ദരിമാരായ ആൾക്കാരെയൊക്കെ കൊണ്ട് നിർത്തി, നല്ല ചെറുപ്പക്കാരെയൊക്കെ കൊണ്ട് നിർത്തി, നല്ല ഡാൻസും ഇഷ്ടംപോലെ ഭക്ഷണവും എല്ലാ സുഖസൗകര്യങ്ങളും ഇടക്കി വെച്ച്, അപ്പൊ സ്വർഗത്തിലോട്ട് പോകുന്നവരോട് ഇങ്ങോട്ട് കയറാൻ തുടങ്ങി. നരകത്തിലോട്ടൊക്കെ ആള് തിങ്ങി കയറുക കേട്ടോ. അപ്പൊ ഒരാളിങ്ങനെ നരകത്തിലോട്ട് കയറിയപ്പോ അയാളെ സ്വീകരിക്കാനായിട്ട് ഈ സുന്ദരിമാരായ പെണ്ണുങ്ങളൊക്കെ വന്ന് സ്വീകരിച്ച് അയാൾക്ക് വലിയ ഭക്ഷണവും കൊടുത്തപ്പോ ഇയാള് പറയാ, എന്റെ ദൈവമേ, ഭൂമി കുറെ പേര് പറയാ നരകമാകാൻ നാശമാണെന്ന്. ഇതുപോലെ സുഖമുള്ള ഒരു സ്ഥലം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. കാരണം ഇഷ്ടംപോലെ ഭക്ഷണം കാര്യങ്ങളെല്ലാം. അപ്പൊ അവിടുന്ന് പുള്ളിയെ 2ാമത്തെ സ്ഥലത്തോട്ട് കൊണ്ടുപോയി. അപ്പൊ അവിടെ ചെന്നപ്പോ ഇത്രയും ഒരു സുഖം കണ്ടില്ല. 3ാമത്തെ സ്ഥലത്തോട്ട് ചെന്നപ്പം കൊമ്പുമൊക്കെ ഉള്ളൊരു മനുഷ്യരാ. അങ്ങോട്ട് ചെന്നപ്പം ഇച്ചിരി പ്രശ്നങ്ങൾ തുടങ്ങി. അവിടെ ഈ പുള്ളി എന്ത് ചെയ്തു? ചെന്നറിഞ്ഞ ഈ പുള്ളിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. 4ാമത്തെ സ്ഥലത്തോട്ട് ചെന്നപ്പോ ഒരു പിശാചെടുത്ത് ഈ പുള്ളിയെ ഒറ്റ ഏറി വെച്ചു. അങ്ങനെ എറിഞ്ഞുടനെ പുള്ളി അടുത്ത സ്ഥലത്ത് ചെന്ന് വീടുടനെ പുള്ളിയുടെ കൈയും കാലും എല്ലാം ഒടിഞ്ഞു. ഉടനെ അവിടുത്തെ പിശാചെടുത്ത് വീണ്ടും 5ാമത്തെ സ്ഥലത്തോട്ട് എറിഞ്ഞപ്പോ പുള്ളി ചോദിച്ചു, ഇതാണോ നരകം? ഞാൻ ആ വാതൊക്കെ കണ്ടതെല്ലാം എത്ര നല്ല സ്ഥലമാണ് പറഞ്ഞ്. എടാ മണ്ട, അത് ഞങ്ങളുടെ പരസ്യമാ. ആ കുന്തം കാണിച്ച ഇതിനകത്ത് ഞങ്ങൾ ആളെ എന്ത് ചെയ്യുന്നത് നീ ഓർത്തില്ലേ? അത് കാണിച്ച നിന്നെ പോലുള്ളവരെ ഇങ്ങോട്ട് കേറ്റുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യനും ഇങ്ങോട്ട് എന്ത് ചെയ്യാനാ? അപ്പൊ കണ്ടോ? അപ്പൊ ഈ ലോകത്തിന്റെ എല്ലാ സുഖങ്ങളും കാണിച്ചാണ്, ഇവിടുത്തെ എല്ലാ മോഡലുകളും കാണിച്ചാണ് പിശാച് നമ്മെ എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? നാശത്തിലിട്ട് കൊണ്ട് സൂക്ഷിച്ചോർക്കണം. ഈ മനുഷ്യൻ ഓർത്ത് നരകത്തിന്റെ വാതൊക്കെ കണ്ട് ഈ എല്ലാം അകത്തുണ്ടത്. അകത്ത് ചെന്നപ്പോ മുഴുവൻ തീയാ, പൊള്ളിയിട്ട് അവിടെ നിൽക്കാൻ മേല. അന്നേരം ചോദിച്ചു, ഇതാണോ നരകം? പറഞ്ഞു, എടാ മണ്ട, അതൊക്കെ എല്ലാം ഞങ്ങളുടെ പരസ്യമാന്ന് പറഞ്ഞു.
പാലക്കാട്ടതല്ല. ആ, ഓക്കെ, മനസ്സിലായല്ലോ. അതുകൊണ്ട് ഈ ലോകത്തിലെ പലതും നമ്മെ കാണിക്കുമ്പോൾ ഓർത്തോണം, ഒറിജിനാലിറ്റി ഇതൊന്നുമല്ല. അമേൻ. ആരും ചെന്ന് എന്ത് ചെയ്യരുത്, പെട്ടുപോകരുതെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. മടങ്ങി വരാം. അമേ, നമുക്കൊരു വാക്യം വായിക്കാം. ഹല്ലേലൂയ. നമ്മള് നമ്മുടെ ജീവിതത്തെ, സ്തോത്രം, കർത്താവിന് സമർപ്പിക്കാം കേട്ടോ. ദൈവത്തിന് നമ്മളെ കുറിച്ച് എന്തുണ്ട്? പ്ലാൻ ഉണ്ട്. ഉണ്ടോ? പദ്ധതി ഉണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ പറയാം. 139 സങ്കീർത്തനം 15 വാക്യത്തിൽ, ദൈവമേ നിന്റെ വിചാരങ്ങൾ. അപ്പൊ വിചാരമുണ്ടോ? സ്തോത്രം പറ. ദൈവത്തിന് നിങ്ങളെ കുറിച്ച് വിചാരമുണ്ടോ? എന്തുകൊണ്ട് നമ്മൾ അത് അന്വേഷിക്കുന്നില്ല, തിരക്കുന്നില്ല? ഈ ദേശത്ത് കൊണ്ടുവന്നതിന് ദൈവത്തിന് വിചാരമുണ്ടോ? നമ്മുടെ ജനനത്തിന്റെ പുറകെ ദൈവത്തിന് വിചാരമുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞ്, ഇത്രയും നാള് ജീവിച്ചിരുന്നതിന്റെ പുറകെ ദൈവത്തിന് വിചാരമുണ്ടോ? ദാവീദ് പറഞ്ഞ അസംഖ്യം വിചാരമുണ്ട്. നമ്മളിതൊന്നും അന്വേഷിക്കുന്നില്ല. സാലറി കിട്ടി, എന്ത് ചെയ്തു, കൂട്ടൊക്കെ അടിച്ച് കറങ്ങി അടിച്ച് നടക്കുക. കുഞ്ഞെ, ദൈവം നീ ജനിക്കുന്നതിന് മുമ്പേ നിന്നെ കുറിച്ച് ദൈവത്തിന് വിചാരങ്ങളുണ്ട്. ദൈവത്തിന് ചില നിർണയങ്ങളുണ്ട്. ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ആ റോമാലേഖനത്തിൽ പൗലോസ് എടുത്തു പറഞ്ഞു, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് നമ്മളെ കുറിച്ച് നിർണയിച്ച കാര്യങ്ങൾ സ്വർഗത്തിൽ ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. 8-ാം അധ്യായം വായിച്ചില്ലേ? നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായി കൂടി. എന്താണ് ഈ നിർണയം? നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മളെ കുറിച്ചുള്ള ദൈവിക നിർണയം. ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മളെ കുറിച്ച് ദൈവിക നിർണയമുണ്ട്. സ്തോത്രം. ആ നിർണയം നിവർത്തിക്കാനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ആ നിർണയപ്രകാരമാണ് വിളിച്ചിരിക്കുന്നത്. മറക്കരുത് കേട്ടോ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ ആ വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അതിന്റെ 26 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായി കൂടി. അപ്പൊ നന്മയാ വേളി നിർണയിച്ചു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞ്. നമ്മളെ കുറിച്ച് ദൈവം നിർണയിച്ച കാര്യങ്ങൾ എന്താ? നന്മയാ. അതൊന്ന് നിറവേറാൻ ഒന്ന് പ്രാർത്ഥിക്കണേ. ബാക്കിയെല്ലാം ഒന്ന് മാറ്റി വെച്ചേ. അമ്മേ, എന്നെ കുറിച്ചുള്ള ദൈവിക നിർണയം ദൈവമേ ഈ ദിവസങ്ങളിൽ അത് നിറവേറണം. അതിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അതിന് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. ഈ പകൽക്കാലം അതിന് തയ്യാറാണോ? രാത്രിയിലെ സ്തോത്രം, രാത്രി എന്നെ തയ്യാറാണോ? എത്ര പേര് ദൈവീയ നിർണയത്തിന് സമർപ്പിക്കും? മടങ്ങി വരാം. ആമേൻ. സ്തോത്രം. യാക്കോബിന്റെ ജീവിതത്തിലെ നമ്മൾ പഠിക്കുമ്പോൾ യാക്കോബിനെ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്, ചില നിർണയങ്ങളുണ്ട് കേട്ടോ. പക്ഷെ യാക്കോബ് എന്ത് ചെയ്യുന്നില്ല? ദൈവിക നിർണയത്തോട് അടുക്കത്തില്ല, ദൈവിക പ്ലാനിനോട് അടുക്കത്തില്ല, ദൈവിക പദ്ധതിയോട് പുള്ളി അടുക്കത്തില്ല. പുള്ളി എന്ത് ചെയ്തിരിക്കുക? കുറേ പദ്ധതികൾ, ഇങ്ങനെ കുറേ പ്ലാനുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. അമ്മേ, ഇന്ന് രാത്രി ബഹറി വന്നിട്ട് കുറേ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇല്ലേ? നാളെ എനിക്ക് ഇങ്ങനെ പോകണം, ഇങ്ങനെ ആയിരിക്കണം, നാളെ എൻ്റെ ജോലിയിൽ ഇന്ന പോലൊക്കെ നടക്കണം, നാളെ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വേണം. എന്നിട്ട് ഈ പ്ലാൻ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ പ്രാർത്ഥനയാണ്, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് പുള്ളിയുടെ പരിപാടി. ഞാൻ ഇനി ആ വാക്യം വായിച്ചു കേൾപ്പിക്കാം കേട്ടോ. ഉൽപ്പത്തി 28. ഓക്കെ, ഇനി വായിക്കാം. 20-ാമത്തെ വാക്യം തൊട്ട് വായിച്ചു. യാക്കോബ് ഒരു നേർച്ച നേർന്നു, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും. ഇത് കേട്ടോണം. പുള്ളിയുടെ പ്ലാൻ അങ്ങോട്ട് അക്ക വിട്ട് പറയാ ദൈവത്തോട്. ഒന്നാമത്തെ പുള്ളി പറയാ, എന്നെ കാക്കണം. രണ്ടാമത്തെ പ്ലാൻ പറഞ്ഞു, എനിക്ക് ആഹാരം തരണം. മൂന്നാമത്തെ പ്ലാൻ പറഞ്ഞു, എനിക്ക് വസ്ത്രം തരണം. പ്രൈസ് ദി ലോർഡ്. അടുത്ത വായിച്ചേ. എനിക്ക് തരിക, എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് ഈ പ്ലാൻ എല്ലാം ദൈവം നടത്തിക്കോണം. പുള്ളി ദൈവത്തോട് നേരം വെളുത്തോ പ്രാർത്ഥിക്കുക. അതെ,
എന്റെ പ്ലാൻ ഇതാ. പോകുന്നിടത്ത് ഞാനൊരു സ്ഥലത്തോട്ട് പോവാ, പോകുന്നിടത്തെല്ലാം ഇന്ന് നീ കൂടെ വന്നോണേ. നീ ആമേൻ. പോകുന്നിടത്തെല്ലാം എനിക്ക് ആഹാരം തന്നോണം. ഞാൻ പോകുന്നിടത്തെല്ലാം എന്നെ കാത്തോണം, പരിപാലിച്ചോണം. ഇതാണ് പലരുടെയും പ്ലാന്. ഞാൻ ഹല്ലേലൂയ. ഇന്ന് രാത്രി ചോദിക്കട്ടെ, നേരം വെളുത്തപ്പോൾ ഈ പുള്ളി ദൈവത്തിന്റെ പ്ലാൻ തിരക്കിയോ? കർത്താവേ, ഇന്നലെ രാത്രി ദൈവം ഗോവേണിയിൽ ഇറക്കി വന്ന് ആ പുള്ളിയെ അനുഗ്രഹിച്ചു. ആ പുള്ളിക്ക് ഒത്തിരി വാഗ്ദത്തങ്ങൾ കൊടുത്തു. ആ പുള്ളിയെ ദൈവം എന്ത് ചെയ്തു? നിന്നോട് കൂടെ വരാമെന്നൊക്കെ ദൈവം ഏറ്റു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ കിട്ടി. പക്ഷെ നേരം വെളുത്തപ്പോ പുള്ളിയുടെ സ്വഭാവം മാറി. ഇപ്പൊ പുള്ളിക്ക് ദൈവത്തിന്റെ പ്ലാൻ അറിയണ്ട, പുള്ളിയുടെ പ്ലാൻ ദൈവം കേട്ടോണം. ഹല്ലേലൂയ. ഇപ്പൊ പറയാ, ഞാൻ പോവുക, എന്റെ പുറകെ എന്നെ കാക്കാൻ നീ അങ്ങോട്ട് വന്നോണം. ഞാൻ പോകുന്നിടത്തെല്ലാം എനിക്ക് ആഹാരം തന്നെ. നമ്മളെല്ലാം മുകളിൽ പുള്ളിയെ കൂലിക്കിരുത്തിയേക്കാണോ? നമ്മൾ പോകുന്നിടത്തോട്ടെല്ലാം പുള്ളി വരാൻ? സ്വത്രം നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടത്തി തരാൻ നമ്മുടെ പിതാക്കന്മാർ ആരാണ്ട് മോളി കൊണ്ട് കൊടുത്തിട്ടുള്ളത്. എന്റെ ചെറുക്കന്റെ ആവശ്യമൊക്കെ നടത്തിക്കൊണ്ടെന്ന് പറയാനായിട്ട്. ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ. സ്വത്രം. ഹല്ലേലൂയ. ദൈവ പൈതലെ, ആദ്യം നിന്റെ പ്ലാൻ എടുത്ത് കളാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്ലാനിന് വേണ്ടി നിന്നെ ഒന്ന് സമർപ്പിച്ച് ഹല്ലേലൂയ പറഞ്ഞ്, കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്റെ ഹിതം എന്താണ്? നേരെ വെളുത്ത് ചോദിക്കണ്ടേ, കർത്താവേ, ഞാൻ ഇന്ന് അമ്മായിപ്പന്റെ വീട്ടിലോട്ട്, ഇപ്പം അമ്മാച്ചന്റെ വീട്ടിലോട്ട് പോകാൻ വന്നതാ, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിന്റെ പ്ലാൻ എന്നോട് അറിയിക്കണം. ഞാൻ അങ്ങോട്ട് പോകണോ വേണ്ടയോ? അതോ ഞാൻ പോകുന്നെങ്കിൽ നീ എന്റെ കൂടെ വരണ്ടേ? സ്വത്രം പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. പുള്ളി ചോദിച്ചു. പലരും ഉണ്ട് ഇപ്പോഴും അവര് ദൈവത്തോട് പ്രാർത്ഥിക്കാതെ ഇത് ചെയ്തു തന്നോളം കേട്ടോ, എന്നെ ഇങ്ങനെ നടത്തിക്കോണം കേട്ടോ, എന്റെ ആവശ്യങ്ങളൊക്കെ. നിങ്ങളുടെ അമ്മാച്ചനൊന്നും അല്ല ദൈവം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മളവിടെ പോയി കൂലിക്കൊണ്ട് കൊടുത്ത ആളൊന്നും അല്ല. നമ്മൾ പറയുന്നതെല്ലാം പുള്ളി കേൾക്കാനായിട്ട്. ഹല്ലേലൂയ പറഞ്ഞ്, ഇന്ന് രാത്രി ആദ്യമേ ചെയ്യേണ്ടത് നമ്മളെ വിട്ടുകൊടുക്കുക. വിളച്ചിൽ ഒത്തിരി ഉണ്ട് യാക്കോബിന്. യാക്കോബ് എന്ത് ചെയ്തിട്ടില്ല? ഒരു നേർച്ച എന്താ? എന്റെ ആവശ്യമൊക്കെ നടന്നോണം, എന്റെ ആവശ്യമൊക്കെ നടത്തിയിട്ടില്ല, അതാ നേർച്ച. ഒന്നുകൂടെ വായിച്ചേ ആ വാക്യം. യാക്കോബ് ഒരു നേർച്ച നേർന്നു, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും എന്നോട് കൂടെ ഇരുന്നോണം. ഒന്ന്, ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാത്തോണം, സെക്യൂരിറ്റി എനിക്ക് തന്നോണം. രണ്ട്, ഭക്ഷിപ്പാൻ ആഹാരവും ആഹാരം കൊടുത്തോണം. മൂന്ന്, അടുത്ത് ധരിപ്പാൻ വസ്ത്രം കൊടുത്തോണം എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യും. എനിക്കൊരു പോറൽ പോലും പോക്കരുത്. പോണ പോക്കിന് രോഗവും ദുഃഖവും ഒന്നും അടക്കി വരുത്തിക്കോളും എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചെയ്തു കൊടുക്കാണ്ട് പുള്ളി മുകളിലോട്ട് കാശ് കൊടുത്തിട്ടൊക്കെ വന്ന് തോന്നുന്നു പറഞ്ഞിട്ട്. മുകളിലാണ്ട് പുള്ളി ഏൽപ്പിച്ച പോരാ പുള്ളി ഇതൊക്കെ പറയുന്നത്. പ്രൈസോ, കർത്താവ് പുള്ളിയുടെ ഇഷ്ടത്തിനെല്ലാം തുള്ളിക്കോണം, പറയുന്നെല്ലാം കേട്ടോണം. സ്വത്രം പറ. ആദ്യമായി ഇതങ്ങ് വലിച്ചു കയറിട്ട് പുള്ളിയോട് ചോദിച്ചു, കർത്താവേ, എന്റെ ജീവിതം ഇതാ നിനക്ക് തരുന്നത്. നാളെ തൊട്ട് എന്താണ് എന്റെ ജീവിതത്തിൽ നിറവേറേണ്ടത്? അതെന്റെ കർത്താവ് ചെയ്തെടുക്കണം. ദൈവിക പദ്ധതി എന്താണ്? എന്നെ ഈ ദേശത്ത് കൊണ്ടുവന്നതിന്റെ പുറകില്, ഞാൻ ഇത്രത്തോളം വന്നതിന്റെ പുറകില്, ഇത്രത്തോളം ആയിരിക്കുന്നതിന്റെ പുറകില് ദൈവമേ, നിന്റെ പദ്ധതി എന്താണ്? അതൊന്ന് ചോദിച്ച് സമർപ്പിക്കാം. സ്തോത്രം. ഇപ്പൊ കണ്ടല്ലോ, വെളച്ചിലൊക്കെ കണ്ടില്ല. നേരം വെളുത്തപ്പോ ഒരു നേർച്ച, അത് ഞാൻ പറയാം. ഈ നേർച്ചയ്ക്കൊരു ഇതുണ്ട്. അബ്രാഹാമിനെ നിങ്ങൾ നോക്കിക്കുക. അബ്രാഹാം കനാനിൽ എത്തിയ ഉടനെ എന്താ ചെയ്തത്? 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ എത്തിയ ഉടനെ പുള്ളി യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. അത് കഴിഞ്ഞ ഉടനെ പുള്ളി അവിടെ നിന്ന് അല്പം മുന്നോട്ട് മാറി വീണ്ടും ഹായിക്കും ബഥേലിനും മധ്യ യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് പുള്ളി ഹെബ്രോനിലേക്ക് മാറി യാഗപീഠം പണിത് കർത്താവിനെ ആരാധിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇസഹാക്ക് എന്ത് ചെയ്തു? ഇസഹാക്ക് ഗരാറിലെ ബേർഷേബായിലെ നമുക്കറിയാം, ഗരാറിൽ ചെന്നു. ഗരാറിൽ വെച്ച് അവിടുത്തെ ആൾക്കാരെ ഇസഹാക്കിനെ തടഞ്ഞു. ഉടനെ ഇസഹാക്ക് അവിടുന്ന് മാറി ഒരു രഹബോത്ത് കിണറ് കുടിച്ചു. അത് കിട്ടി ഉടനെ യഹോവയ്ക്ക് വേണ്ടി യാഗപീഠം പണിത് ആരാധിച്ചു. പിന്നെ അവിടുന്ന് അല്പം കൂടെ മാറി ബേർഷേബയിലോട്ട് പോയി ഒരു കിണറ് കുടിച്ചു, അവിടെ ആരാധിച്ചു. ഈ മനുഷ്യൻ എന്താ യാഗപീഠം പണിത് ആരാധിക്കാൻ നേരം വെളുത്തപ്പം? പറഞ്ഞാട്ടെ, അപ്പന്മാരെല്ലാം ദൈവിക സന്ദർശനം ഉണ്ടായപ്പോൾ യാഗപീഠം പണിത് ആരാധിച്ചു. ഈ മനുഷ്യൻ മാത്രം യാഗപീഠം പണിയത്തില്ല, നേർച്ച തരിക. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യം നിങ്ങൾക്കറിയാവോ? യാഗപീഠം പണിത്
യാഗം കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുക, യാഗപീഠത്തിൽ ആട്ടിൻകുട്ടിയെ നമുക്ക് വേണ്ടി സമർപ്പിക്കുക. അതിന്റെ അർത്ഥം നമ്മൾ സമർപ്പിക്കുന്നതാ. അതുകൊണ്ട് യാഗപീഠം പണിതാ പിന്നെ ദൈവഹിതത്തിന് സമർപ്പിക്കണം. അത് ഈ പുള്ളിക്ക് പറ്റത്തില്ല. പുള്ളിയുടെ ഹിതത്തിന് ദൈവം വരണം. അതിനാണ് പുള്ളി യാഗപീഠം പണിയാതെ നടക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞത്. അനേകരുമുണ്ട് ദൈവഹിതത്തിന് സമർപ്പിക്കത്തില്ല, അവരുടെ ഹിതത്തിനൊത്തവണ്ണം ദൈവം പ്രവർത്തിക്കണം. ഹല്ലേലൂയ പറഞ്ഞത്. ഈ രാത്രി അത് എടുത്തുകളാം. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് നമ്മളെ കുറിച്ച് 2 പദ്ധതിയുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു, ഒന്ന് ആത്മീക പദ്ധതിയാ, വാഗ്ദത്തം നിറവേറ്റാൻ വേണ്ടിയാ യാക്കോബിന്റെ പുറകെ നടക്കുന്നത്. മറ്റൊന്ന്, യാക്കോബിനെ ദൈവം ബഹുസമ്പന്നനാ. യാക്കോബിന്റെ ഭൗതിക മണ്ഡലത്തിലും ദൈവം ചില നന്മകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, ദൈവം ചില ഉയർച്ചകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആത്മീക മാത്രമല്ല. അതുകൊണ്ട് ദൈവവൈതലേ, ദൈവത്തിന് നിന്റെ മേലുള്ള പ്ലാന് ആരാധന മാത്രമല്ല, ആരാധനയോടൊപ്പം ചില നന്മയും കൂടെ നിനക്ക് അവൻ കരുതി. ഹല്ലേലൂയ പറഞ്ഞേ. ചില അനുഗ്രഹം കൂടെ നിനക്കുണ്ട്. അബ്രാഹാമിനെ ദൈവം വിളിച്ചത് ആരാധിക്കാനാ, പക്ഷെ ആരാധന മാത്രമായിരുന്നില്ല, ആ കൂട്ടത്തിൽ ചില ഭൗതിക നന്മയും ഉണ്ടായിരുന്നു. ഇസഹാക്കിനെ ദൈവം വിളിച്ചത് ആരാധിക്കാനാണ്, പക്ഷെ ആരാധന മാത്രമായിരുന്നില്ല, ആ കൂട്ടത്തിൽ ഒരു 100 മേനി വിളവും കൂടെ അവനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിലെ ദൈവഹിതം എന്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ നന്മ, ജോലി കിട്ടാതിരിക്കും, ചിലപ്പോൾ എനിക്ക് ഉയർച്ചയൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും, എനിക്ക് ജോലി കിട്ടത്തില്ലായിരിക്കും, ഞാൻ വിചാരിക്കുന്നതോടെ എൻ്റെ സാമ്പത്തിക കാര്യത്തിൽ എൻ്റെ ബിസിനസ് വിജയിക്കത്തില്ലായിരിക്കും. അത് നമ്മുടെ തെറ്റായ ചിന്തയാണ്. നമ്മളെ ആരാധിക്കാൻ മാത്രമല്ല വിളിച്ചിരിക്കുന്നത്, ഈ ലോകത്തിലെ നന്മയും നമുക്ക് തരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇത് രണ്ടും ദൈവത്തിന്റെ പ്ലാനിൽ കിടപ്പുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ആരും പേടിക്കണ്ട, കർത്താവിനൊക്കെ സമർപ്പിക്കേ കേട്ടോ. ഓക്കെ, യാക്കോബിന്റെ പ്ലാനൊക്കെ പൊളിക്കാൻ പോവാ. സ്തോത്രം. അപ്പൊ പുള്ളി പെട്ടെന്ന് എന്ത് ചെയ്തു? യാഗപീഠം പണിത് സമർപ്പിക്കാതെ പുള്ളി പെട്ടെന്ന് ദൈവമായിട്ട് പിണങ്ങുകയും ചെയ്യരുത്. ദൈവത്തെ പുള്ളിക്ക് വേണം. അതിന് പുള്ളി പെട്ടെന്ന് ഒരു ബുദ്ധി കണ്ടുപിടിച്ചു, ഒരു നേർച്ച അങ്ങ് നേർന്നേക്കാം. ഒരു നേർച്ച, പെട്ടെന്ന് ഒരു കുറുക്ക് വഴി കണ്ടുപിടിച്ചു, ഒരു നേർച്ചയൊക്കെ നേർന്ന് ദൈവത്തെ തൽക്കാലം ഒന്ന് പ്രസാദിപ്പിക്കാം. സ്തോത്രം. പുള്ളി പോവാ. അപ്പം ദൈവം പുറകെ പോയി. ഞാൻ ഇന്ന് രാവിലെ ജോർജിനോട് പറഞ്ഞു, ദൈവം എന്തിനാ പുറകെ പോകുന്നതെന്നറിയാമോ? ഇവൻ കള്ളനാ. അപ്പനെ കളിപ്പിച്ചിട്ടാണ് ഈ വന്ന് കിടന്നത് ബഥേലില്. ചേട്ടനെ കളിപ്പിച്ചാ വന്ന് കിടന്നത്. എന്നിട്ടും കർത്താവ് അവിടെ ഇറങ്ങിച്ചു. സ്തോത്രം. ആമേ. ദൈവം പുറകെ പോയി. സ്തോത്രം. എന്തിനാന്നറിയോ? ദൈവം പുറകെ പോകാൻ ഒരു കാരണമുണ്ട്. യാബോക്ക് നദിയുടെ തീരത്ത് വെച്ച് ഇവന് മാറ്റം വരുമെന്ന് കർത്താവ് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവരെ മാറ്റാൻ ദൈവം ഒരു സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവനെ അവിടെ കൊണ്ടുവന്ന് കർത്താവ് എന്ത് ചെയ്യും? മാറ്റിയെടുക്കും. അതിനായി പുറകെ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവത്തെ വേണ്ടതുപോലെ കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും ഈ പുള്ളി നിങ്ങളോടൊപ്പം ഉണ്ട്. എന്താണെന്നറിയോ? പുള്ളി നിർണയിച്ച കാര്യങ്ങൾ നിറവേറ്റാൻ പുള്ളി ഒരു സമയം വെച്ചിട്ടുണ്ട്, അതിനൊരു സ്ഥലം പുള്ളി വെച്ചിട്ടുണ്ട്, അതിനൊരു അവധി ദൈവം ഇട്ടിട്ടുണ്ട്. അതുവരെ എന്ത് ചെയ്യും? കർത്താവ് കൂടെ കാണും. ഹല്ലേലൂയ പറഞ്ഞേ. നമുക്ക് മുന്നോട്ട് പോകാം. 31-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആദ്യം ഒരു കാര്യം ചെയ്ത് 31-ന്റെ 12 വായിരാതി. അപ്പോൾ അവൻ, നീ തലപൊക്കി നോക്കുക, ആടുകളിന്മേൽ കയറുന്ന മുട്ടാടുകളൊക്കെയും വരയും പുള്ളിയും മറവും ഉള്ളവയല്ലോ. ലാബാൻ നിന്നോട് ചെയ്യുന്നതൊക്കെയും ഞാൻ കണ്ടിരിക്കുന്നു. നീ തൂണിനെ അഭിഷേകം ചെയ്യുകയും എന്നോട് നേർച്ച നേരുകയും ചെയ്ത സ്ഥലമായ ബഥേലിന്റെ ദൈവമാകുന്നു ഞാൻ. ആകയാൽ നീ എഴുന്നേറ്റ് ഈ ദേശം വിട്ട് നിന്റെ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. 11-ാമത്തെ വാക്യം തുടങ്ങി വായിക്കുമ്പോൾ ദൈവം സ്വപ്നത്തിൽ ഇറങ്ങി വന്നു. ആമേൻ. സ്വപ്നത്തിൽ ഇറങ്ങി വന്നു. യാക്കോബിന്റെ സാമ്പത്തിക മേഖല ദൈവം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഇവിടം വരെ ദൈവം അനുഗ്രഹിച്ചെന്ന് നോക്കി. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ അളവൊന്ന് നോക്കിക്കേ. 31-ന്റെ ഒടുവിലത്തെ 2 വാക്യം. ഇപ്പൊ കാണാം സാമ്പത്തിക അളവ്. ആമേൻ. ലാബാൻ അധികാലത്ത് എഴുന്നേറ്റ് തന്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത ശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് സ്വദേശത്തേക്ക് മടങ്ങി. 55-ാമത്തെ വാക്യമാണല്ലോ വായിച്ചത്. പിന്നെ
മുപ്പതിന്റെ ഒടുവിലത്തെ വാക്യം ഞാൻ പറഞ്ഞു. 30ന്റെ ഒടുവിലത്തെ അവൻ മഹാസമ്പന്നനായി. കണ്ടോ? അപ്പൊ ദൈവം എവിടെ വരെ യാക്കോബിനെ സാമ്പത്തികമായി അനുഗ്രഹിച്ചു. ദൈവമക്കളെ, നിങ്ങൾ ഇവിടെ കിടന്ന് രാപകലില്ലാതെ അധ്വാനിച്ചാൽ 200-300 ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഒരേ തമ്പുരാൻ തോട്ടാറുണ്ടല്ലോ. ആമേൻ, നിങ്ങളുടെ അളവൊക്കെ മോളിപ്പോകും. ഹല്ലേലൂയ പറഞ്ഞേ. അവൻ മഹാസമ്പന്നനായി. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങളെ ഒരു 50 വർഷം ഈ ബഹറിൽ അധ്വാനിച്ച കിട്ടാത്ത നന്മ കർത്താവിന് തുറന്നു തരാൻ അറിയാം. പറഞ്ഞേ. യാക്കോബ് 100 വർഷം അധ്വാനിച്ച കിട്ടാത്ത നന്മ കർത്താവിന്റെ ഒറ്റ സന്ദർശനത്തിൽ കിട്ടി. ഒറ്റ സന്ദർശനത്തിൽ മഹാസമ്പന്നനായി. സ്തോത്രം പറഞ്ഞേ. ഒന്നുമില്ലാതെ കിടന്നവൻ മഹാസമ്പന്നനായി. പുള്ളി പറഞ്ഞു കേട്ടോ, ഞാനൊരു വടിയായിട്ട് ഇങ്ങോട്ടെ. അപ്പൊ പിന്നെ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിയാൽ അന്യഭാഷ മാത്രമേ ഉള്ളൂ. സ്തോത്രം പറഞ്ഞേ. ആമേ. അല്ലല്ലോ. വെളിപ്പാടും ദർശനം മാത്രമേ ഉള്ളൂ. അല്ല, ഭൗതിക നന്മയുണ്ട്. പക്ഷെ ഭൗതിക നന്മയ്ക്ക് ഇറങ്ങുന്നോണ്ടാണ് ദൈവം അനുഗ്രഹിക്കാത്തത്. ആത്മീയത്തിന് വേണ്ടി ഇറങ്ങിയാൽ ഭൗതികത്തെ കർത്താവ് ഹല്ലേലൂയ പറഞ്ഞ്. ആത്മീയ വളർച്ചയാണ് നമ്മുടെ ഭൗതിക വളർച്ചയുടെ ഏറ്റവും അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ ആത്മീയം വളർന്നാൽ സാമ്പത്തിക മണ്ഡലത്തെ കർത്താവ് തൊടും. അബ്രാഹാമിനെ തൊട്ട്, ഇസഹാക്കിനെ തൊട്ട്, യാക്കോബിനെ തൊട്ടു. ആത്മീയമായി മുന്നോട്ട് വന്നപ്പോൾ ഭൗതിക വിഷയങ്ങളെല്ലാം ദൈവം തൊട്ടു എല്ലാവരും. ഓക്കെ, ഇപ്പൊ കണ്ടല്ലോ. ഇപ്പൊ ദൈവം ഇനി 30ാമത്തെ വാക്യം, 30:30. ഞാൻ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഇനി എപ്പോൾ കരുതും. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഇനിയും കരുതണ്ടേ? സ്തോത്രം. ഇനിയും കരുതണ്ടേ? 40-40 വയസ്സൊക്കെ ആയില്ലേ? ചിലർക്ക് 50-60 ഒക്കെ ആയില്ലേ? കുഞ്ഞേ, ഇത് താൽക്കാലിക ഭവനമല്ലേ, ഇവിടെ വിട്ടു പോകണ്ടേ? ഹല്ലേലൂയ പറഞ്ഞേ. അതോ ഞാൻ ഇനി മരിക്കുന്നില്ല, ഭൂമിയിലകത്ത് ഇവിടെ അങ്ങനെ നിത്യനെന്ന് പറഞ്ഞാൽ ഒക്കുവോ? സ്വന്തം ഭവനത്തിന് വേണ്ടി കരുതണ്ടേ? ഹല്ലേലൂയ പറ. സ്തോത്രം പറഞ്ഞ് ഇന്ന് രാത്രി ഒരു തീരുമാനം എടുക്കണം കേട്ടോ. ഇതൊരു താൽക്കാലിക ഭവനമാണ്. ഇതിന് പേരിട്ടേക്കുന്നത് കൂടാരം, പൊളിഞ്ഞു പോകുന്ന കൂടാരമെന്നാണ് പത്രോസ് ഇതിന് പേരിട്ടിരിക്കുന്നത്. സ്തോത്രം. ദാവീദൊക്കെ ഇതിന് പറഞ്ഞിരിക്കുന്ന ആടുന്ന മതിലെ, ചായുന്ന വേലി എന്നൊക്കെയാ. സ്തോത്രം പറഞ്ഞ്. അതുകൊണ്ട് ഒന്നോർത്തോണം, ഈ കൂടാരം അല്ലെങ്കിൽ ഈ ഭവനം ഇതിനു വേണ്ടി കരുതണം. ഈ ഭവനത്തിന് വേണ്ടി കരുതണം. ജീവിച്ചിരിക്കുമ്പോൾ അതിനു വേണ്ടി കരുതണം കേട്ടോ. ഇത്രയും നാള് ഇവിടുത്തെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടൊക്കെ കരുതിയിട്ടുണ്ട്. കടം കൂടെ മേടിച്ച് 10-15 സെന്റൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട്. കടം കൂടെ മേടിച്ച് നമ്മള് അതൊക്കെ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ലോഡ് കൊടുത്ത് വീടുമൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ ആമേൻ നിത്യഭവനത്തിന് വേണ്ടി വല്ലതും കരുതിയിട്ടുണ്ടോ? ഹല്ലേലൂയ പറഞ്ഞേ. നിത്യഭവനത്തിന് വേണ്ടി കരുതിയിട്ടുണ്ടോ? ആമേൻ. യാക്കോബ് എടുത്തതുപോലെ ഒരു തീരുമാനം ഇന്നെടുക്കണം. ഇന്ന് തൊട്ട് എൻ്റെ ആത്മീക ഭവനത്തിന് വേണ്ടി ഞാൻ കരുതും. അതിന് ഇവിടുത്തെ പണവും ഇവിടുത്തെ ഭൂമിയൊന്നും വേണ്ട. അതിന് വേണ്ടൊരു ദൈവത്തോട് അടുത്താൽ മതി. അതിന് വേണ്ടൊരു ദൈവവചനം അനുസരിച്ചാൽ മതി. അതിന് ദൈവത്തെ ആരാധിച്ചാൽ മതി. നമ്മുടെ സ്വന്തം ഭവനത്തിന് വേണ്ടി നമുക്ക് കരുതണം കേട്ടോ. ഓക്കെ, ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ സാമ്പത്തികമായിട്ട് ദൈവം പുള്ളിയെ അനുഗ്രഹിച്ചു. സ്തോത്രം. എന്നിട്ടും ഇപ്പോഴും പുള്ളി എന്ത് ചെയ്തിട്ടില്ല? ആട്ടിൻകൂട്ടിൽ ഇറങ്ങി വേണ്ട ദൈവം അനുഗ്രഹിച്ചിട്ടും പുള്ളി എന്ത് ചെയ്തിട്ടില്ല? കർത്താവേ, നിന്റെ പദ്ധതി എന്താന്ന് ഇപ്പോഴും ചോദിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോഴും ചിലർക്ക് നല്ല ജോലിയൊക്കെ തന്നെ ഇവിടെ ആക്കിയിട്ട് ഇപ്പോഴും ഒരു കർത്താവേ, എന്താ നിന്റെ പദ്ധതി, എന്നെക്കുറിച്ചുള്ള നിന്റെ ഗീതം എന്താന്ന് ഇപ്പോഴും തിരക്കുന്നില്ല കേട്ടോ. സ്തോത്രം. ഇനി 31-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നോക്കിക്കേ. എന്നാൽ ഞങ്ങളുടെ അപ്പനുള്ളതൊക്കെയും യാക്കോബ് എടുത്തു കളഞ്ഞു. ഞങ്ങളുടെ അപ്പന്റെ വക കൊണ്ട് അവൻ ഈ ധനമൊക്കെയും സമ്പാദിച്ചെന്ന് ലാബാന്റെ പുത്രന്മാർ പറഞ്ഞ വാക്കുകളെ അവൻ കേട്ടു. യാക്കോബ് ലാബാന്റെ മുഖത്ത് നോക്കിയാറെ അത് തന്റെ നേരെ മുമ്പേ ഇരുന്നത് പോലെയല്ല എന്ന് കണ്ടു.
അപ്പോൾ യഹോവ യാക്കോബിനോട്, നിന്റെ പിതാക്കന്മാരുടെ ദേശത്തേക്കും നിന്റെ ചാർച്ചക്കാരുടെ അടുക്കലേക്കും മടങ്ങി പോക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് അരുളി ചെയ്തു. മതി. Praise the Lord. ഇപ്പൊ ഹല്ലേലൂയ. മൂന്നാമത്തെ പ്രാവശ്യം ദൈവം പറഞ്ഞു, യാക്കോബേ പെട്ടെന്ന് ഇവിടുന്ന് പൊക്കോ, ഇനി ഇവിടെ താമസിക്കണം. എന്താ കാര്യം? ലാബാന്റെ മുഖമൊക്കെ കറുത്തു. ഇപ്പൊ ലാബാന്റെ മക്കള് പിണങ്ങി, അവർക്ക് ഇപ്പൊ പ്രശ്നമായി. ഇപ്പൊ ലാബാനേക്കാൾ സമ്പന്നനായി ഈ പുള്ളി. ലാബാൻ അസൂയ തുടങ്ങി, ലാബാന് ഇഷ്ടക്കുറവ് തുടങ്ങി, പിന്നെ അളിയന്മാർക്ക് ഇഷ്ടക്കുറവ് തുടങ്ങി. അങ്ങനെ അവർക്ക് പണ്ടത്തെ പോലുള്ള സ്നേഹമൊന്നുമില്ല. ഒറ്റ വാക്കിൽ അർത്ഥം പറയാം. എന്താ അതിന്റെ അർത്ഥം? എന്താ? അതിന്റെ അർത്ഥം ചുറ്റുപാടുകൾക്കും സാഹചര്യങ്ങൾക്കും മാറ്റം വന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ചുറ്റുപാടുകളും സാഹചര്യങ്ങളും മാറുമ്പോ നീ ഓർത്തോണം, നിന്റെ പുറപ്പാടിന്റെ സമയമായി. ഹല്ലേലൂയ പറഞ്ഞേ. ആമേ. യാക്കോബേ, ഇനി നീ ഇവിടെ നിൽക്കണ്ട. കാര്യം നിന്റെ ചുറ്റുപാടൊക്കെ മാറി. അമ്മായിപ്പന്റെ മുഖം പഴയതിൽ നിന്നും മാറിയിട്ടുണ്ട്. അളിയന്മാരുടെ ചുറ്റുപാട് മാറിയിട്ടുണ്ട്. നീ താമസിക്കുന്ന ഈ വീടിന്റെ ചുറ്റുപാട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞെ, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ മാറുമ്പോൾ നീ ഓർത്തോണം, എനിക്കൊരു പുതിയ പുറപ്പാട് ആവശ്യമാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? വെളിയിലാണ് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഈ പുള്ളി ചോദിക്കട്ടെ, കർത്താവേ, ഞാൻ ഇന്ന് തന്നെ ഇവിടെ നിറങ്ങും. സ്തോത്രം. ആമേ. ഞാൻ ഇന്ന് തന്നെ ഇവിടെ നിറങ്ങും. അതുകൊണ്ട് ഞാൻ ഇറങ്ങുമ്പോൾ മുന്നോട്ട് എങ്ങനെയാണ് പോണം, ഏത് വഴി കൂടെ പോണം, എങ്ങനെയായിരിക്കണം എന്നൊന്നും പുള്ളി ചോദിച്ചില്ല. പുള്ളി പോകാൻ തീരുമാനിച്ചു. സ്തോത്രം. പോകാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പഠിച്ചു? അതിൽ നമ്മൾ പഠിക്കേണ്ടത്, ഇവിടുന്ന് പോകാൻ വേണ്ടി ഒരു പ്ലാൻ പുള്ളി ഉണ്ടാക്കി. പുള്ളിക്ക് ദൈവത്തിന്റെ പ്ലാന് വേണ്ട. സ്തോത്രം. ദൈവത്തിന്റെ പ്ലാന് മറ്റടുത്ത് നേരം വെളുത്ത് എഴുന്നേറ്റിട്ട് ദൈവത്തിന്റെ പ്ലാൻ പുള്ളിക്ക് വേണ്ടായിരുന്നല്ലോ. പുള്ളിയുടെ പ്ലാനല്ലേ പറഞ്ഞത്. സ്തോത്രം പറഞ്ഞ്, ഞാൻ പോകുന്നിടത്തൊക്കെ എനിക്ക് ആഹാരം. ഇപ്പൊ ഇവിടെ ഇതുപോലാ പുള്ളി. ഇവിടെയും പുള്ളി എന്ത് ചെയ്യാം? പുള്ളി കേൾക്കാൻ തയ്യാറാ. പക്ഷെ പോക്ക് എങ്ങനെയാണെന്നുള്ളത് പുള്ളി തീരുമാനിച്ചിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ പല പ്ലാനും ഉണ്ടാക്കി വെച്ചോണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി അതങ്ങ് എടുത്ത് കള കുഞ്ഞെ. നിന്റെ പ്ലാൻ ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ഈ നാളെ തൊട്ട് ഞാൻ എങ്ങനെ പോകണമെന്നും ഞാൻ എങ്ങനെ ആയിരിക്കണമെന്നും സ്വന്തം പ്ലാനും പദ്ധതിയൊക്കെ വരച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക. സ്തോത്രം. ആമേ. പുള്ളിയുടെ പ്ലാൻ എന്താണെന്നറിയോ? ആമേ. പുള്ളിയുടെ പ്ലാൻ അറിയണമെന്നുണ്ടെങ്കിൽ ആ 22ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ പുള്ളിയുടെ പ്ലാൻ അറിയാം. 31:22. യാക്കോബ് ഓടിപ്പോയിന്ന് ലാബാന് 3-ാം ദിവസം അറിവ് കിട്ടി. 3-ാം ദിവസം അറിവ് കിട്ടി. അതിന്റെ അർത്ഥം എന്താ? അമ്മായിയപ്പനെ അറിയാതെ ഒളിച്ചോടി പോകാനാ പുള്ളിയുടെ പ്ലാന്. ഹല്ലേലൂയ പറഞ്ഞേ. 3 ദിവസം കഴിഞ്ഞ് അമ്മായിയപ്പൻ അറിഞ്ഞത് ഇവിടുന്ന് ഇതാ പുള്ളി ഉണ്ടാക്കി വെച്ചേക്കുന്ന പ്ലാന്. ഹല്ലേലൂയ പറഞ്ഞേ. എന്ത് ചെയ്യണം? 20 വർഷം ആ താമസിച്ച വീട്ടുകാരനെ ഒളിച്ചോടാൻ. 20 വർഷം അവിടെ താമസിച്ച് അവിടെ കിടന്നു. അത് പുള്ളിയുടെ 2 മക്കളെ കെട്ടി. ആമേ. 20 വർഷം ആ വീട്ടിൽ താമസിച്ചു, അവിടെ ആഹാരം കഴിച്ച് ആ മനുഷ്യനെ ഒളിച്ചോടാനാ പ്ലാന്. സ്വത്രം പറഞ്ഞ്. ദൈവവൈതലേ, ദൈവവചനം അനുസരിക്കണം. പക്ഷെ അത് നിന്റെ പ്ലാൻ പ്രകാരം അല്ല. ഹല്ലേലൂയ പറഞ്ഞ്. പുള്ളി ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി ഒളിച്ചോടുക. ദൈവത്തിന്റെ ദൈവാലോചനയൊന്നും പുള്ളിക്ക് വേണ്ട. പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുക. എപ്പോ പോണം, അതെങ്ങനെ പോണം ഒക്കെ പുള്ളി അറേഞ്ച്മെന്റ് ചെയ്തു. ഈ അമ്മായിപ്പൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ 3-4-5 ദിവസം കഴിഞ്ഞ് അപ്പം വരത്തുള്ളൂ. ഈ 3 ദിവസത്തിനുള്ളിൽ ഇവിടെ സ്ഥലം വിടണം. സ്തോത്രം. അങ്ങനെ ചില പ്ലാനൊക്കെ ജീവിതത്തിൽ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നതുപോലെ എനിക്ക് പോണം, അതങ്ങ് കളഞ്ഞേക്കാൻ. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിന്റെ പ്ലാനിൽ മുൻപോട്ട് പോകണമെന്നല്ല. സ്തോത്രം പറഞ്ഞ്. ദൈവത്തിന്റെ പ്ലാനിൽ നിന്നെ കൊണ്ടുപോയി ദൈവഗീതം നിറവേറ്റണമെന്നാണ് ദൈവം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. പുള്ളിയുടെ പ്ലാൻ എന്തായിരുന്നു? ഒളിച്ചോടി പോവുക. അതിന്റെ പേരെന്ത് പറയും ഷീബ? ഒളിച്ചോടുക എന്ന് പറഞ്ഞാല് അതിന്റെ പേരെന്ന് പറഞ്ഞാല് പുള്ളിയുടെ പ്ലാൻ എല്ലാം കുറുക്കു വഴികളാണ്, നേരെയുള്ള വഴിയല്ല. ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ പലരും ചില കുറുക്കു വഴി കണ്ടുവച്ചിട്ടുണ്ട്. ബഹറിലായിരിക്കും എന്താ ഇന്നതുപോലെ എനിക്ക് ചെയ്യണം. കുഞ്ഞെ, നിന്റെ കുറുക്കു വഴി അങ്ങ് വെട്ടിക്കളഞ്ഞേര്. ഹല്ലേലൂയ പറഞ്ഞേ. അത് ഇന്ന് രാത്രി അങ്ങ് കളഞ്ഞേര് കേട്ടോ. ഹല്ലേലൂയ പറഞ്ഞേ. ആമേ. ഇനി എന്തുകൊണ്ടാണ് പുള്ളി ഇങ്ങനത്തെ പ്ലാൻ ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്?
ഒളിച്ചോടി പോകാൻ? കാരണം പുള്ളിക്ക് ദൈവത്തിന്റെ പ്ലാൻ വേണ്ടാത്തത് കൊണ്ടാ. ദൈവത്തിന്റെ പ്ലാൻ പുള്ളിക്ക് വേണ്ട. പുള്ളിക്കെല്ലാം പുള്ളിയുടെ പ്ലാനിൽ ഇങ്ങനെ ചെയ്യണം. സ്തോത്രം. അതിന്റെ അർത്ഥം എന്താ പാസ്റ്ററെ? പുള്ളി ഇങ്ങനെ കുറുക്ക് വഴി ഉണ്ടാക്കാനുള്ള കാര്യം പുള്ളിയുടെ പ്ലാൻ, ദൈവത്തിന്റെ പ്ലാൻ വേണ്ട. ദൈവത്തിന്റെ പ്ലാൻ വേണ്ടെന്ന് പറഞ്ഞാൽ പുള്ളിയെ അനുസരിക്കാൻ പുള്ളിക്ക് താല്പര്യമില്ല. സ്വന്തം പറയും, ദൈവത്തിന്റെ പ്ലാനുകൾ അനുസരിക്കാൻ പുള്ളിയുടെ ഉള്ളിൽ താല്പര്യമില്ല. അങ്ങനെ ചിലർ കൂടെ ഉണ്ട്, എന്നാ പറഞ്ഞാലും അവിടെ ഞങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ താല്പര്യമില്ല. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ രാത്രിയിലെ ദൈവ പൈതലേ, നിന്റെ ഉള്ളിലെ പ്ലാൻ എടുത്ത് കള. അങ്ങനെ യാക്കോബ് യാത്ര. ഇനി യാക്കോബിന് പേടിയാണെന്നിരിക്കട്ടെ, പേടിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ പാവം ഒളിച്ചു കൊടുക്കുന്നത്. കാരണം ഈ ലാബാൻ വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ലാബാൻ പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിലോ, പോകാൻ തുടങ്ങുമ്പോൾ. അപ്പൊ അതുകൊണ്ട് എന്നാ ഒളിച്ചു കൂടിയേക്കാം എന്ന് പുള്ളി പേടിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കുറുക്ക് വഴി ഉണ്ടാക്കിയത് എന്ന് നമുക്ക് തോന്നും, അല്ലേ? അങ്ങനെ ആയിരിക്കാം. അങ്ങനെ ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം പുള്ളിക്ക് ദൈവത്തെ വിശ്വാസമില്ല. എന്നോട് ദൈവം പറഞ്ഞില്ലേ എൻ്റെ വീട്ടിലോട്ട് പൊക്കോളാൻ? ആ ദൈവത്തിന് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ അറിയത്തില്ലേ? ആമേൻ. ഞങ്ങളുടെ പിതാക്കളായ അബ്രാഹാമിനെ കൽദയ പട്ടണത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ദേശവും കൊടുത്തു, വീടും കൊടുത്തു, മക്കളെയും കൊടുത്ത് അവിടെ നിന്ന് എൻ്റെ അപ്പനെ അനുഗ്രഹിച്ചു. എൻ്റെ അമ്മ പ്രസവിക്കത്തില്ലായിരുന്നു, റിബേക്ക മച്ചിയായിരുന്നു. ഞങ്ങൾക്ക് 2 മക്കളെ തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ അറിയത്തില്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണ്ട? ഞാനിങ്ങനെ കള്ളവഴിയൊക്കെ ഉണ്ടാക്കണോ? ഞാനിങ്ങനെ കുറുക്ക് വഴിയൊക്കെ ഉണ്ടാക്കണോ? ഹല്ലേലൂയ പറഞ്ഞേ. ഉണ്ടാക്കണോ? എന്തിനാ ഉണ്ടാക്കുന്നത്? ആ ദൈവത്തെ വിശ്വസിക്കാൻ പുള്ളിക്ക് പറ്റുന്നില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവ പൈതലേ, നീ ഒരു കുറുക്ക് വഴി ഉണ്ടാക്കാണ്ട. നിന്നെ വിളിച്ച ദൈവത്തിന് നേരെ ഇറക്കിക്കൊണ്ടുപോകാൻ അറിയാം. ലാബാന്റെ മുന്നിൽ കൂടെ ലാബാൻ ഒരു അക്ഷരം മിണ്ടാതെ ലാബാന്റെ നാവടച്ചിട്ട് നിന്നെ ഇവിടെ ഇറക്കിക്കൊണ്ടുപോകാൻ അറിയാവുന്ന ദൈവമാണ്. നീ എന്താ അത് വിശ്വസിക്കാത്തത്? ഹല്ലേലൂയ പറഞ്ഞ് നീ വിശ്വസിച്ചാട്ട് നിന്നെ ബഹറിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീ ഒരു വളഞ്ഞ വഴി ഉണ്ടാക്കണ്ട. നേരെയുള്ള വഴി കൂടെ നിന്നെ നടത്തി ജയമെടുക്കാൻ കർത്താവിനറിയാം. വിശ്വസിക്കുന്ന രാത്രി. സ്തോത്രം. രാത്രി വിശ്വസിച്ചാട്ടെ. കേട്ടോ? നിങ്ങൾ ആരും കുറുക്ക് വഴി വെട്ടണ്ട. നിങ്ങളെ നേരെ കൊണ്ടുപോയി ദൈവഹിത പ്രകാരം അനുഗ്രഹത്തിൽ എത്തിക്കാൻ ദൈവത്തിന് അറിയാം. അതിന് നമ്മളാരും ഒളിവഴിയും കുറുക്ക് വഴിയും വെട്ടിയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മുടെ കർത്താവിനതറിയാം. ഇപ്പത്തെ കർത്താവ് ഇപ്പൊ അത് കാണിച്ചു കൊടുക്കും. ഇപ്പൊ അത് കാണിക്കാൻ പോവുക. കേട്ടോ? 22-ാമത്തെ വാക്യത്തിൽ ലാബാൻ പുറകെ ചെന്ന് പിടിച്ചിട്ട് യാക്കോബിനെ തിരിച്ചു കൊണ്ടുപോകാൻ പോരുവാ. അപ്പൊ കർത്താവ് ചെന്ന് തടഞ്ഞു. കർത്താവ് തലേ ദിവസം രാത്രി ലാബാന്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞ്, നാളെ നേരം വെളുക്കുമ്പോ യാക്കോബിനെ കണ്ടു, തിരിച്ചു പൊക്കോളും, തൊട്ടുപോയേക്കരുത് പറഞ്ഞു. കണ്ടോ? ഇതിന്റെ ആവശ്യമുണ്ടോ? ഇത് കർത്താവിന് അവിടെ ചെയ്യാൻ അറിയത്തില്ലേ? ഇതിങ്ങോട്ട് പോരാ നേരത്ത് യാക്കോബിന് ഇങ്ങോട്ട് പോരാ നേരത്ത് ലാബാനോട് ഇവന്റെ പുറകെ പോകരുത്, തൊട്ടു പോകരുതെന്ന് പറയാൻ ദൈവത്തിന് അറിയില്ലേ? പിന്നെന്തിനാ ഈ പുള്ളി ഒളിച്ചോടി പോന്നത്? ഹല്ലേലൂയ പറ. പിന്നെന്തിനാ ഒളിച്ചോടി പോന്നത്? അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങളുടെ വിഷയത്തിൽ നേരെ ഇടപെടാൻ ദൈവത്തിനറിയാം. മാന്യമായി ഇടപെടാൻ ദൈവത്തിനറിയാം. മനസ്സിലായോ? ഒരു പോറൽ പോലും വെക്കാതെ നിങ്ങളെ നടത്താൻ ദൈവത്തിനറിയാം. പിന്നെ നിങ്ങൾക്ക് എന്താ സംശയം? പിന്നെ നിങ്ങൾ എന്തിനാ സംശയിക്കുന്നത്? പിന്നെ എന്താണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്? ഹല്ലേലൂയ പറഞ്ഞ് വിളിച്ചത് വഴിക്ക് വെച്ചൊന്ന് പുള്ളിയെ തടഞ്ഞില്ലേ? ഇത് വീട്ടിൽ വെച്ച് പുള്ളിക്കാകത്തില്ലേ? വഴി കിടന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എന്തു ആയിക്കൊള്ളട്ടെ, അതിന്റെ അർത്ഥം ഇതേ ഉള്ളൂ. യാക്കോബിന്റെ പ്ലാന്, യാക്കോബ് അത് വിടാൻ തയ്യാറില്ല. യാക്കോബിന്റെ പ്ലാനിന്റെ പുറത്തു. ഇനി 32:1 വായിച്ചേ. യാക്കോബ് തന്റെ വഴിക്ക് പോയി. ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ എതിരെ വന്നു. യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന് മഹനീയം എന്ന് പേരിട്ടു. അനന്തരം യാക്കോബ് ഏദോം നാടായ സെയീർ ദേശത്ത് തന്റെ സഹോദരനായ ഏശാവിന്റെ അടുക്കൽ തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു. 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കണം. യാക്കോബ് തന്റെ വഴിക്ക് പോയി. യാക്കോബ് തന്റെ വഴിക്ക് പോയി. കണ്ടോ? അടുത്ത വളച്ചിൽ കണ്ടോ? ദൈവത്തിന്റെ സേനയെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇവന്റെ മുൻപിൽ ഇറക്കിയിട്ട്
ഒറ്റ വാക്കുവൻ പറഞ്ഞോ, കർത്താവേ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാ, അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചേട്ടനുമായിട്ട് 20 വർഷത്തിന് പുറകെ കളിപ്പിച്ചു വന്ന, അതുകൊണ്ട് ഇവരുടെ സഹായം എനിക്ക് വേണം, ഹല്ലേലൂയ. ഇവരെ എൻ്റെ കൂടെ വിടണം, ദൈവത്തിന്റെ സേനയുടെ സപ്പോർട്ട് എനിക്ക് വേണം, ദൈവത്തിന്റെ സേനയുടെ സഹായം വേണം. പുള്ളി പറഞ്ഞോ? പറഞ്ഞില്ല. അതെന്താ പറയാഞ്ഞത്? സ്തോത്രം പറഞ്ഞ് യാക്കോബ് തന്റെ വഴിക്ക് പോയി ഒരക്ഷരം മിണ്ടിയില്ല. ചിലരോടിങ്ങനെ ദൈവം വ്യക്തമായി ഇടപെട്ടാലും ആ ദൈവഹിതം വേണമെന്നോ അതിനു മുമ്പിൽ സമർപ്പിക്കാനോ എന്നാലും അവർ തയ്യാറല്ല. ഹല്ലേലൂയ പറഞ്ഞ് ദൈവം തന്റെ സേനയെ തന്റെ മുൻപിൽ ഇറക്കി കാണിച്ചിട്ട് പോലും ആ സേനയുടെ സപ്പോർട്ട് ചോദിച്ചില്ല യാക്കോബെ. ഹല്ലേലൂയ പറഞ്ഞ് അവരുടെ സഹായം ആവശ്യപ്പെട്ടില്ല. ദൈവം എത്ര പ്രാവശ്യം ദൈവ ശബ്ദം നിന്നെ കാണിച്ചു, അറിയിച്ചു, കേൾപ്പിച്ചു, എന്നിട്ട് പോലും ആ ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് വേണമെന്ന് നീ ആവശ്യപ്പെട്ടോ? സ്തോത്രം പറഞ്ഞേ. എന്താ കാര്യം? അതിന്റെ കാര്യം പുള്ളിക്ക് പ്ലാനുണ്ട്, ദൈവത്തിന്റെ സേനയുടെ പ്ലാൻ പുള്ളിക്ക് വേണ്ട. ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തിന്റെ സേന പുള്ളിയോട് പറയുന്ന പ്ലാൻ ഒന്നും പുള്ളിക്ക് വേണ്ട. പുള്ളി തന്റെ ജീവിതത്തിന് ഓരോ പ്ലാനുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ പറഞ്ഞോ, അമ്മായിപ്പന് എടുക്കുന്നുണ്ടാക്കിയ പ്ലാൻ ഒളിച്ചോടി പോടാൻ, അത് പരാജയപ്പെട്ടു. ദൈവം ഇറങ്ങി അത് ക്രമീകരിച്ചു കൊടുത്തു. സ്തോത്രം പറഞ്ഞ് ഏതേലും നേരം വെളുത്ത് കടന്നപ്പോഴത്തേന് ദൈവത്തിന്റെ പ്ലാനില്ല, പുള്ളിയുടെ പ്ലാൻ അങ്ങോട്ട് പറഞ്ഞു, കേട്ടോണം, എനിക്ക് വസ്ത്രം, ആഹാരം എല്ലാം തരണം, 20 വർഷം കഴിയുമ്പോൾ എന്നെ ഇവിടെ മടക്കി വരുത്തിക്കോണം. ഇപ്പോഴും ദൈവത്തിന്റെ പ്ലാൻ പുള്ളി തിരക്കുന്നില്ല കേട്ടോ. ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രം. തിരക്കുന്നുണ്ടോ? ഈ ദേശത്ത് കൊണ്ടുവന്നതിന്റെ പുറകിലുണ്ട്, ദൈവത്തിന് പ്ലാൻ ഉണ്ട്, അല്ലാതെ ഇവിടെ നമ്മൾ വരത്തില്ല. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഉള്ളിലെ താല്പര്യങ്ങൾ ഒന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ആ ദൈവിക പ്ലാനിന് ഈ ആരാധനയിൽ സമർപ്പിച്ചിട്ട് ഇവിടുന്ന് ആരാധന നടത്തുമ്പോൾ പോകാവുള്ളൂ. ഹല്ലേലൂയ പറഞ്ഞ് കേട്ടോ. ഒടുവിൽ നമുക്ക് നോക്കാം എന്തുകൊണ്ടാ ദൈവത്തിന്റെ സേനയെ വിട്ടിട്ട് പുള്ളി വേണ്ട, പുള്ളിക്ക് അവരുടെ സപ്പോർട്ട് വേണ്ട. പുള്ളി പറഞ്ഞാലറിയോ, ഇത് ദൈവത്തിന്റെ സേനയാന്ന് പറഞ്ഞ ആ സ്ഥലത്തിന് ഒരു പുതിയ പേരും ഒക്കെ കൊടുത്തു. അങ്ങോട്ട് പോവുക കേട്ടോ. അവിടെ 32-ാം അധ്യായത്തിലേക്ക് പുള്ളി വരികയാണ്. വന്നപ്പോൾ പുള്ളിയുടെ അടുത്ത പ്ലാൻ, ഈ 7-ാമത്തെ വാക്യം വായിച്ച അടുത്ത പ്ലാൻ. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ച് ഭയവശനായി തന്നോട് കൂടെ ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും 2 കൂട്ടമായി വിഭാഗിച്ചു. ഏശാവ് ഒരു കൂട്ടത്തിന്റെ നേരെ വന്ന് അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞു. പ്ലാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നു. ഭയങ്കര പ്ലാനാ. എന്താന്നറിയോ? 2 സെറ്റാ ഉണ്ടാക്കുക. 2 സെറ്റാക്കി എല്ലാരും കൂടെ. എന്നിട്ട് ഒരു സെറ്റ് തലക്ക നിർത്തുക. ഇതാ പുള്ളിയുടെ പ്ലാന്. ആ തലക്ക വരുന്ന സെറ്റിനെ ഏശാവ് കൊല്ലുമ്പോൾ പുറകെ കൂടെ എനിക്ക് ഓടി. ഇതുകൊണ്ട് ആ സേനയുടെ സപ്പോർട്ട് ചോദിക്കാൻ സ്തോത്രം പറഞ്ഞ് മനസ്സിലാകും നിങ്ങൾക്ക്. ദൈവത്തിന്റെ സേന മുമ്പിൽ ഇറങ്ങി വന്നിട്ടും പുള്ളി ആവശ്യപ്പെടാൻ പുള്ളിയുടെ ഉള്ളിൽ ഈ പ്ലാൻ കിടപ്പുണ്ട്. സ്തോത്രം. പുള്ളിയുടെ ഉള്ളിൽ ഈ പ്ലാന് എന്നിട്ട് പുള്ളിക്ക് ഒരു ഉറപ്പുണ്ട്, എന്റെ പ്ലാൻ വിജയിക്കും. അതിന്റെ കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. സിസ്റ്റർ, ആ വാക്യം ഒന്നുകൂടെ വായിക്കാവോ? അപ്പോൾ യാക്കോബ് ഹല്ലേലൂയ. വീട്ടിലോട്ടാണോ ഇപ്പോ? ഞാനിവിടെ കിടന്ന് വെള്ളം പോലും കുടിക്കാതെ പ്രസംഗമാ. എവിടെയായിരുന്നു ഇപ്പോ? ആലപ്പുഴയായിരുന്നോ? മീഡിയത്തിലായിരുന്നോ? ഓക്കെ, വായിച്ചാട്ടെ. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ച് ഭയവശനായി. അല്ല സിസ്റ്റർ, 7-ാമത്തെ വാക്യം. 8-ാമത്തെയോ? ഏശാവ് ഒരു കൂട്ടത്തിന്റെ നേരെ വന്ന് അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞു. കേട്ടോ, ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 സെറ്റായിട്ട് തിരിക്കുക, ഒരു കൂട്ടത്തെ തലക്കം നിർത്തുക, അവരെ ഉപദ്രവിക്കുമ്പോൾ എനിക്ക് ഓടിപ്പോകാമല്ലോ. അതാ ഓടിപ്പോകാമല്ലോ. ഇത് പുള്ളിക്ക് ഒരു ഉറപ്പാ, ഓടിപ്പോകാമല്ലോ. ആ ഉറപ്പ് ഇപ്പൊ ഒടേതമ്പരം തട്ടി ദൂരക്കളി. അങ്ങനെ ഉറച്ചിരിക്കുന്ന ചില പുള്ളികൾ ഇവിടെ ഉണ്ട്. ഈ പ്ലാൻ ഉണ്ടാക്കിയിട്ട് എന്തു വന്നാലും ഈ പ്ലാൻ പ്രകാരം തന്നെ ഞാൻ പോകും. സ്തോത്രം പറഞ്ഞ് ഭാവിയെക്കുറിച്ചൊക്കെ പ്ലാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജോലിയെക്കുറിച്ച്, ഇവിടുത്തെ ജീവിതത്തെ കുറിച്ചൊക്കെ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യാക്കോബും പ്ലാൻ ഉണ്ടാക്കി വെച്ചേക്കുക.
ഉറപ്പാ പുള്ളിയുടെ പ്ലാൻ. കർത്താവ് അല്പം അങ്ങ് തട്ടിക്കളഞ്ഞ് എന്ത് ചെയ്തോ, ഓടിപ്പോകാമല്ലോ. ആ ഒരു ബലം എന്ന് പറഞ്ഞാൽ എൻ്റെ കാലിന് ബലമുണ്ട്, ശക്തി കൊണ്ട്, എനിക്ക് ഓടാം. അങ്ങനെ കാലിന്റെ ശക്തിയാണ് പുള്ളിയുടെ ഉറപ്പ്. ഒടേതമ്പുരാൻ ഉളുക്കിന് പിടിച്ച് ആ കാലിന്റെ ബലം അങ്ങ് കളഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പൊ പോയില്ലേ ഉറപ്പ്? ഹല്ലേലൂയ പറഞ്ഞേ. ദൈവ വൈതലേ, നിന്റെ ഉറപ്പ് ഹല്ലേലൂയ ഒടേതമ്പുരാൻ വെറും ബലഹീനമാക്കി കളയും. അത് നേരെ നിൽക്കാൻ കഴിയാത്തവർക്ക് നിന്നെ ആക്കാൻ ദൈവത്തിനറിയാം. ഈ ഒരൊറ്റ ബലമാണ് പുള്ളിയെ തൻ്റെ ഇടമായിട്ട് നിർത്തിയത്. ഓടാൻ എനിക്ക് കഴിവുണ്ടല്ലോ, ആര് വന്നാലും എനിക്ക് തൻ്റെ ഇടവും, 2 കാലിന് ബലമുണ്ട്. ആ കാലിന്റെ ബലം എടുത്ത് ദൈവം ദൂരെ കളഞ്ഞു. സ്തോത്രം. അങ്ങനെ ചിലതിൽ മുറുക്ക പിടിച്ചിരിക്കുക. ഇതുള്ളത്രയും കാലം കുഞ്ഞെ ചക്കറ്റോട് കർത്താവ് അത് കളയും കേട്ടോ. ഹല്ലേലൂയ പറഞ്ഞേ. അങ്ങനെ ഒന്നിലും കയറി നീ ബലമായിട്ട് പിടിക്കണ്ട. ഹല്ലേലൂയ പറഞ്ഞേ. ഒടേതമ്പുരാന്റെ പ്ലാന് മാത്രം നീ സമർപ്പിക്കേ. യാക്കോബ് കർത്താവിനറിയാം ഇവൻ എന്ത് ചെയ്യത്തില്ല, ഇവൻ ദൈവത്തിന്റെ പ്ലാനിൽ വരത്തില്ല. അതുകൊണ്ട് കർത്താവ് ഒരു തീരുമാനമെടുത്തു. ഇവന്റെ പ്ലാൻ ഇവിടെ വെച്ച് അങ്ങ് പൊളിക്കാൻ തീരുമാനിച്ചു. രാത്രി മുഴുവനും ഗോവേലിയിൽ ഇറങ്ങി വന്നിട്ട് ഈ മനുഷ്യൻ തീരുമാനം മാറ്റിയില്ല. ഇവന്റെ പ്ലാന് മാറ്റിയില്ല. ഇവൻ ലാബാന്റെ വീട്ടിൽ വെച്ച് 2 പ്രാവശ്യം ഇവനെ സന്ദർശിച്ചിട്ടും ഇവന്റെ പ്ലാൻ മാറ്റിയില്ല അല്ലേ. ആട്ടുംകൂട്ടിൽ ഇറങ്ങി വന്ന് അവന്റെ സാമ്പത്തിക മണ്ഡലത്തെ അനുഗ്രഹിച്ചിട്ടും അവൻ അന്നും ദൈവത്തോട് ചോദിച്ചില്ല ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന്. അന്നും ചോദിച്ചില്ല പുള്ളി. അത് കഴിഞ്ഞ് ലാബാന്റെ വീട്ടിൽ ഇത് പൊക്കോളാൻ പറഞ്ഞിട്ടും അന്നേരവും ചോദിച്ചില്ല ഞാൻ എന്തേ. ആ വഴിക്ക് വന്ന് ദൈവത്തിന്റെ സേന ഇറക്കി ഇവന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടും ഇവരെന്ത് ചെയ്തില്ല. അവരുടെ സഹായം 32-ാം അധ്യായത്തിൽ വരുമ്പോ ഈ പുള്ളി തന്നെ കരഞ്ഞിട്ട് കർത്താവിന്റെ കാല് പിടിക്കുന്ന സ്ഥിതിയിലേക്ക് ഇപ്പൊ വരാൻ പോവാ. ഇല്ല, കർത്താവ് എന്ത് ചെയ്യുന്നറിയാവോ? കർത്താവിന് മനസ്സിലായി ഇവന്റെ പ്ലാൻ ഇവൻ മാറ്റത്തില്ല. കർത്താവ് എന്ത് ചെയ്തു? കാലിന് കയറി ഒരൊറ്റ പിടുത്തം. നിങ്ങൾ ബൈബിളിൽ എവിടെയും യാക്കോബിന്റെ കാല് പിന്നെ സൗഖ്യമായതായിട്ട് കാണുന്നുണ്ടോ? ഒറ്റ സ്ഥലത്തുമില്ല. പിന്നെ വടി മരിക്കുന്നത് വരെ ഉണ്ട്. നിങ്ങൾ നോക്കിക്കേ, യാക്കോബ് യോസഫിന്റെ മക്കളെ അനുഗ്രഹിക്കുക, വാർദ്ധക്യത്തില് മരിക്കുക. അതോടുകൂടെ ആ മരണ സമയത്ത് എഴുതിയിരിക്കുന്ന വടി കട്ടിലെ ചാരിയെന്നാ. കാരണം യാബോക്കിന്റെ തീരത്ത് വെച്ചെടുത്ത വടിയാ. അത് പിന്നെ മരിക്കുന്നവരെ യാക്കോബ് താത്തു വെച്ചില്ല. എന്താ കാര്യം? പിന്നെ ആ കാല് ശരിയായിട്ടില്ല അല്ലേ പറഞ്ഞു. ഈ കാലിരുന്നാൽ അവൻ എന്ത് ചെയ്യത്തില്ല. ഈ കാലുണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്ലാനിന് അവൻ സമർപ്പിക്കത്തില്ല. ഹല്ലേലൂയ പറഞ്ഞു. ഈ ഒരു കാലിന്റെ ബലമാണ് അവൻ ഇത്രയും നാള് ദൈവത്തിന്റെ പ്ലാൻ തള്ളിക്കളഞ്ഞത്. അവിടെ വെച്ച് ദൈവം അവന്റെ കാലിൽ ഒരു ഒറ്റ പിടുത്തം പിടിച്ചു. ഞരമ്പ് തെറ്റി. പിന്നെ ആ ഞരമ്പ് നേരെ വീണിട്ടില്ല. പിന്നെ ആ കാലിന് ബലമുണ്ടായിട്ടില്ല. നമ്മൾ വായിക്കുന്നത് പിന്നെ മരിക്കുന്നത് വരെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സ്ഥലത്തും യാക്കോബിന്റെ കാലിന് സൗഖ്യം കിട്ടിയതായിട്ട് ഒരു വാക്യമില്ല. പിന്നെ കാലിന്റെ ബലം പോയപ്പോ പുള്ളിക്ക് മനസ്സിലായി ഇനി എൻ്റെ പ്ലാൻ വിജയിക്കത്തില്ല. അന്നേരമാണ് പുള്ളി മൽപ്പിടുത്തം പിടിച്ചേച്ച് പറഞ്ഞു, എൻ്റെ കർത്താവേ നീ എന്നെ ഇത്രയും നാള് കരയാത്ത പുള്ളി യാബോക്കിന്റെ തീരത്ത് കിടന്ന് അലറി കരഞ്ഞു, കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണം. അത് ചിലര് പറയുന്നത് യാക്കോബിനെ അവിടെ അനുഗ്രഹിച്ചു എന്നാ. സ്തോത്രം. ദൈവമക്കൾ സത്യമോ ശരിയാ. പക്ഷെ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം എന്തുവാ? എന്ത് അനുഗ്രഹമാ യാക്കോബ് ചോദിച്ചത്? പൈസയല്ല, പിന്നെ ഒന്നുമല്ല. യാക്കോബ് ചോദിച്ചത് അക്കരെ ഏശാവുമായിട്ട് 20 വർഷത്തിന് മുമ്പ് അവര് പിണങ്ങിയിരിക്കുക. ഏശാവ് കൊല്ലാനിരുന്നു. അങ്ങനെ ചേട്ടനും അനിയനും തമ്മിലുള്ള എന്തുവാ ബന്ധം, നിരപ്പ്, ആ അനുഗ്രഹമാണ്. ചിലര് വിചാരിക്കുന്നത് കാശ് മാത്രമാ അനുഗ്രഹം എന്നാ. അല്ല ദൈവമക്കളെ, ചേട്ടന്മാരും അനിയന്മാരും ബന്ധുക്കളും നമ്മുടെ ചുറ്റുപാടുള്ളവരുമായിട്ട് നിരപ്പ് പ്രാപിക്കുന്നത് അനുഗ്രഹമാണ്. ആ അനുഗ്രഹമായി യാക്കോബ് ചോദിച്ചത്. വേറെ അനുഗ്രഹമല്ല യാക്കോബ് ചോദിച്ചത്. നീ എന്നെ അനുഗ്രഹിക്കണം. അതുകൊണ്ട് ആ അനുഗ്രഹം വേണ്ട, ഞാൻ ആ വീട്ടിൽ കയറുന്നേ ഇല്ല മരിക്കുന്നവരെ. ആ അനുഗ്രഹം പലർക്കും ഞാൻ അവരോട് മിണ്ടുന്നേ ഇല്ല. ഇനി മരിക്കുന്നവരെ ഞാൻ അവരോട് മിണ്ടുക. അല്ല, അനുഗ്രഹം എനിക്ക് വേണ്ട. സ്തോത്രം. ദൈവമക്കളെ, യാക്കോബ് ചോദിച്ച ആ അനുഗ്രഹമാണ്.
അതാ പറഞ്ഞേ, എനിക്ക് അക്കരയ്ക്ക് കയറാൻ വരെ ചേട്ടൻ എന്നെ കൊല്ലും, അതുകൊണ്ട് ചേട്ടൻ എന്നെ വിടുവിക്കണം, ആ അനുഗ്രഹം എനിക്ക് തരണം. ഞാനും ചേട്ടനുമുള്ള പ്രശ്നം ഇവിടെ കൊണ്ട് തീരണം, ഞങ്ങൾക്ക് സന്തോഷിക്കണം, ഞങ്ങൾക്ക് ഒരുമിച്ച് സഹകരിക്കണം. അങ്ങനെ ദൈവമക്കളെ, കുറവുകൾ തീർക്കുന്നത് അനുഗ്രഹമാണ്. ഹല്ലേലൂയ പറഞ്ഞേ. കുറവുകൾ ഏറ്റുപറഞ്ഞ് തീർക്കുന്നതും ഉപേക്ഷിക്കുന്നതും നിരപ്പ് പ്രാപിക്കുന്നതും ജീവിതത്തിലുള്ള അനുഗ്രഹം. അതുകൊണ്ട് ആരെങ്കിലും പിണക്ക് വെച്ചോണ്ട് ഇപ്പൊ എടുത്ത് കളഞ്ഞോ, കൈയൊന്നും പൊക്കട്ടോ, കൈ പൊക്കാൻ ഒക്കെയല്ല. കാരണം പക്ഷേ മറ്റുള്ളവർ അറിഞ്ഞാൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആരും അറിയണ്ട, നിങ്ങളുടെ ഹൃദയത്തിൽ ഇരുന്നോട്ട് ഉണ്ടെങ്കിൽ. കണ്ടോ, പ്ലാൻ പൊളിഞ്ഞപ്പോ കരഞ്ഞ കണ്ടോ? പുള്ളിക്കറിയാം ഇനിയും ദൈവത്തിന്റെ പ്ലാൻ എന്താണോ അതിന് സമർപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ ഏശാവ് വന്ന് എന്ത് ചെയ്യും? കൊല്ലും. ഏശാവ് വന്ന് കൊല്ലും. അതുകൊണ്ട് ഇവന് അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. അപ്പൊ കർത്താവ് പറഞ്ഞു, യാക്കോബേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, നീ ചോദിച്ച വിഷയം തരാം, പക്ഷെ നിന്റെ പേര് എന്നോടൊന്ന് പറയണം. ദൈവത്തിന് പേരറിയാം, ഇനി പേര് പറയല്ല. എന്താ കാര്യം? പേര് പറഞ്ഞാൽ പേരിന്റെ പുറകിലുള്ള സംഭവം എല്ലാം പുറത്തു വരും, അതൊരു പറയത്തില്ല. അങ്ങനെ കർത്താവ് ഇവരോട് പറഞ്ഞു, ഓക്കെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. 5 നിലകളിൽ യാക്കോബിനെ ദൈവം പുതുക്കി. ഒന്നാമത് അവിടെ വെച്ച് പേര് പുതുക്കി, നിന്റെ പേര് ഇസ്രായേൽ. മനസ്സിലായോ? 2, യാക്കോബിന്റെ നടപ്പ് പുതുക്കി. അവിടെ തൊട്ട് യാക്കോബ് എങ്ങനെ നടന്നു? മുടന്തി. ആ നടപ്പെന്താണ്? ചട്ടുകാലല്ല, അത് ദൈവം തൊട്ടതിന്റെ തെളിവ്. ദൈവമക്കളെ, ദൈവം നിങ്ങളെ സന്ദർശിച്ചതിന്റെ തെളിവ് നടപ്പിൽ ചുറ്റുപാടുള്ളവരെ കാണിക്കണം, നടപ്പിലൂടെ എല്ലാരെയും കാണിക്കണം. അത് അബ്രാഹാമോട് ദൈവം പറഞ്ഞു, എൻ്റെ വീട്ടിലുള്ളവരെല്ലാം, അയൽവക്കത്തുള്ളവരെല്ലാം, ദേശത്തുള്ളവരെല്ലാം ഞാൻ സന്ദർശിക്കുന്നത് നിന്റെ നടപ്പിൽ കാണണം. നീ നിഷ്കളങ്കനായി 17-ാം അധ്യായത്തിൽ നടക്കാൻ പറഞ്ഞു. ഈ വർഷം ഞാൻ നിന്റെ വീട്ടിൽ വരുന്നത് നിന്റെ നടപ്പിൽ അയൽവക്കക്കാർ കാണട്ടെ, ദേശക്കാരൊക്കെ കാണട്ടെ. നിന്റെ വീട്ടിലെ ദാസന്മാരും ദാസിമാരും ഒക്കെ നിന്റെ നടപ്പ് കാണുമ്പോൾ അവർക്ക് മനസ്സിലാകണം ഈ വർഷം ദൈവം സന്ദർശിക്കുമെന്ന്. അങ്ങനെ ദൈവമക്കളെ, നമ്മുടെ നടപ്പിലൊരു പുതുക്കം വരട്ടെ. ഇന്നലെ വരെ നടന്നതുപോലല്ല, ദൈവം മുൻപാകെ നടപ്പിലെ വിശ്വാസത്തിന്റെ പുതുക്കം എല്ലാരും നടപ്പിലൂടെ കാണട്ടെ. ദൈവത്തെ എല്ലാരും നടപ്പിലൂടെ കാണട്ടെ. ഹല്ലേലൂയ പറഞ്ഞ് ദൈവമക്കളുടെ നടപ്പ്, പ്രത്യേക നടപ്പിനെ അങ്ങ് പുതുക്കി, പിന്നെ പേര് പുതുക്കി, ശക്തി പുതുക്കി. ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചു. ജയത്തിന്റെ ശക്തി. ഹല്ലേലൂയ പറഞ്ഞേ. ശക്തി പുതുക്കി, നടപ്പ് പുതുക്കി. ശക്തി പുതുക്കിയോ? പ്രൈസ് ദി ലോർഡ്. പുതുക്കട്ടെ. ദൈവാത്മാവിൽ നിന്റെ ശക്തി പുതുക്കെ. പാസ്റ്റർ പ്രസംഗിക്കുന്ന വെറുതെ അല്ല, നിന്റെ ശക്തി പുതുക്കിയില്ലെങ്കിൽ ദൈവത്തിന്റെ പ്ലാൻ നിറവേറുകയില്ല, നിറവേറത്തില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന്റെ യാക്കോബിനിൽ ദൈവത്തിന്റെ പദ്ധതി നിറവേറണമെങ്കിൽ അവന്റെ ശക്തിക്ക് പുതുക്കം വരണം. ഇപ്പോൾ അവനൊരു പുതിയ ശക്തിയുണ്ട്. ഏതാണെന്നറിയോ? മല്ല് പിടിച്ച് ജയിച്ച ശക്തി. ഹല്ലേലൂയ പറഞ്ഞേ. ആമേ. ഇപ്പം അടുത്ത 4-ാമത്തെ പുതുക്കം എന്താണെന്നറിയാമോ? ദൈവത്തെ മുഖാമുഖമായി കണ്ടു. മറ്റതെല്ലാം പുള്ളി സ്വപ്നത്തിലാ കണ്ടത്. എന്നാൽ ഇന്ന് യാബോക്കിന്റെ തീരത്ത് സ്വപ്നത്തിലല്ല പുള്ളി കണ്ടത്. അവര് രണ്ടുപേരും നേരിട്ട് വെളുക്കുന്നവരെ കണ്ടു. ഹല്ലേലൂയ പറഞ്ഞ് യാക്കോബ് ദൈവത്തെ കണ്ടു. അങ്ങനെ കാഴ്ചപ്പാടിന് പുതുക്കം വന്നു. അടുത്ത 5-ാമത്തതൂടെ ഞാൻ പറയട്ടെ. 5-ാമത്തത്, യാക്കോബ് പെനിയേൽ കടന്നു, സൂര്യൻ ഉദിച്ചു. അതിന്റെ അർത്ഥം പുതിയ വെളിച്ചം, പുതിയ പ്രഭാതം. ഹല്ലേലൂയ പറഞ്ഞേ. 5 നിലയിൽ അവനെ പുതുക്കിയിട്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനെ ഒറ്റ വാക്കി ഞാൻ അർത്ഥം പറയുന്നു. യാബോക്കിന്റെ തീരത്തെ യാക്കോബിന്റെ പ്ലാൻ പൊളിച്ചു ദൈവം. പൊളിച്ചിട്ട് അവിടം തുടങ്ങി പിന്നെ യാക്കോബ് ചെയ്യുന്നത് ദൈവത്തിന്റെ പ്ലാനാണ്. ഹല്ലേലൂയ പറഞ്ഞു. പിന്നെ യാക്കോബിന് സ്വന്തമായ ഒരു പ്ലാൻ ഇല്ല. അടുത്ത 33-ാം അധ്യായത്തിലോട്ടൊക്കെ കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, പിന്നെ യാക്കോബ് പോകുന്നത് സ്വന്തം പ്ലാനിലല്ല, ദൈവ
ദൈവത്തിന്റെ പ്ലാനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പറഞ്ഞ് ഇന്ന് സ്തോത്രം. രാത്രി ഞാൻ പറയട്ടെ, ഈ ആരാധനയില് നിന്നെ ഒന്ന് പുതുക്കിയിട്ട് ദൈവത്തിന്റെ പ്ലാൻ നിറവേറ്റാൻ വേണ്ടി ഈ രാത്രി സമർപ്പിക്കുമ്പോ, കർത്താവേ, എന്റെ ജീവിതത്തെ കുറിച്ച് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഞാനത് മാറ്റിവെക്കുന്നു. സ്തോത്രം പറഞ്ഞ് എൻ്റെ ജോലിയിലും എൻ്റെ ജീവിതത്തിലും ഇന്നതുപോലെ എനിക്ക് പോകണം വരണമെന്നൊക്കെ ഞാൻ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്ര പേര് ഇന്ന് രാത്രി ആ പ്ലാൻ എടുത്ത് മാറ്റിയിട്ട് ഈ ദേശത്ത് എന്നെ കൊണ്ടുവന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്ലാൻ ഇവിടെ നിറവേറട്ടെ. ആമേൻ. സ്തോത്രം പറ. ഇത്രയും നാൾ ഈ ദേശത്ത് ദൈവം നിന്നെ നിർത്തിയെങ്കിൽ ഇവിടെ ദൈവത്തിന്റെ പ്ലാൻ നിറവേറട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ കുടുംബ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്ലാൻ നിറവേറട്ടെ. സ്തോത്രം പറ. ഇതുവരെയും നമ്മുടെ സ്വന്തമായ പ്ലാനുകളെല്ലാം ഒരു പരിധി വരെ പരാജയപ്പെട്ടില്ലേ? നമുക്കത് അവസാനിപ്പിക്കാം. 32-ാം അധ്യായത്തിൽ യാക്കോവിന്റെ പ്ലാൻ പൂർണ്ണമായി എടുത്തു കളഞ്ഞു. സ്തോത്രം പറഞ്ഞ് ആ കാലിന്റെ ബലം പോയതോടുകൂടി ഇനി യാക്കോബിന് സ്വന്തമായ ഒരു പ്ലാൻ ഇല്ല. ഇനി ദൈവം എന്ത് പറയുന്നു? നിങ്ങൾ നോക്കൂ, അടുത്ത 46-ാം അധ്യായത്തില് മിസ്രൈമിലേക്ക് യാക്കോബ് പോയോ? പോയില്ല. യാക്കോബ് അവിടെ പോയി കിടന്ന് യാഗം നടത്തി. വെളുപ്പിന് ദൈവത്തിന്റെ ശബ്ദം കിട്ടിയിട്ട്, അല്ലെങ്കിൽ ദൈവിക പ്ലാൻ കിട്ടിയിട്ടാ യാക്കോബ് പോയത്. ഹല്ലേലൂയ. ഒറ്റ ചുവട് യാക്കോബ് എടുത്തിട്ടില്ല. പിന്നെ ലേലിയ പറഞ്ഞ് എങ്ങോട്ട് പോണമെങ്കിലും എന്ത് കിട്ടണം? ദൈവത്തിന്റെ പ്ലാൻ കിട്ടണം. ഈ രാത്രിയിൽ എത്ര പേര് തയ്യാറുണ്ട്? ആമേൻ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എന്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുക. ദൈവവൈതലേ, നിന്നെ വേല ഏൽപ്പിച്ച ദൈവത്തിന് നിന്റെ ശുശ്രൂഷയെ കുറിച്ച് പ്ലാൻ ഉണ്ട്. നിന്നെ വിളിച്ച ദൈവത്തിന് നിന്റെ വിളിയെ കുറിച്ച് പ്ലാൻ ഉണ്ട്. ഈ ആരാധനാലയത്തിൽ നീ വെറുതെ വന്നതല്ല. നിന്നെ കൊണ്ടുവന്ന ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള ആത്മീക പ്ലാനുകളും പദ്ധതികളും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ജോലി തന്ന ദൈവത്തിന് നിന്റെ ജോലിയെ കുറിച്ച് ദൈവത്തിന്റെ പ്ലാൻ ഉണ്ട്. ആമേൻ, ആമേൻ. കുടുംബമായി ഈ ദേശത്ത് കൊണ്ടുവന്നെങ്കിൽ നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ട്. നിനക്ക് തലമുറയെ തന്നുവെങ്കിൽ നിന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിന് പ്ലാനുകളുണ്ട്. ആമേൻ, 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 ആമേൻ. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന്റെ മുൻപാകെ ഇന്ന് രാത്രിയിൽ ഒരു തീരുമാനമെടുക്കുക. കർത്താവെ, ഞാൻ ഇവിടം കൊണ്ട് എന്റെ പ്ലാൻ അവസാനിപ്പിക്കുക. ആമേൻ, ആമേൻ. ഞാൻ ഇതുവരെയുള്ള കണക്കുകൂട്ടലുകളെല്ലാം നടത്തുന്നു. എന്റെ പ്രതീക്ഷകളെല്ലാം മാറ്റിവെക്കുന്നു. എന്റെ മാനുഷിക തീരുമാനങ്ങളെല്ലാം ഞാൻ എടുത്ത് കളയുന്നു. എന്റെ സകല പ്ലാനും അവസാനിപ്പിക്കുന്നു. ഇനി എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്ലാൻ, എന്റെ കുടുംബ ജീവിതത്തിൽ, എന്റെ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ പ്ലാൻ, എന്റെ ഈ ദേശത്തെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്ലാൻ, എന്റെ ജോലിയിൽ ദൈവത്തിന്റെ പ്ലാൻ. ഇത്രത്തോളം എന്നെ നടത്തിയ ദൈവമേ, ഇനിയുള്ള ഓരോ സ്റ്റെപ്പുകളും ദൈവത്തിന്റെ പ്ലാൻ. എത്ര പേര് തീരുമാനിച്ചു? എത്ര പേര്? എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. എല്ലാവരും